നമ്മൾ കഴിഞ്ഞ ആഴ്ച വരെ പഠിച്ചത് 11-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യം വരെയാണ്. കഴിഞ്ഞ ആഴ്ച വരെ 2 ആഴ്ചയായിട്ട് നമ്മൾ പഠിച്ചത്. ഈ ഭാഗം നമുക്കറിയാം, 11-ാം അധ്യായം 3 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. ആദ്യത്തെ ഭാഗം നോർത്തും സൗത്തും തമ്മിലുള്ളതായിരിക്കുന്ന യുദ്ധം, ഈജിപ്തും സിറിയയും തമ്മിലുള്ളതായിരിക്കുന്ന യുദ്ധം, അതിൻ്റെ മധ്യേ പലസ്തീന് സംഭവിക്കുന്നതായിരിക്കുന്ന പ്രയാസങ്ങൾ, അതൊക്കെയാണ് നമ്മൾ ആദ്യത്തെ ഭാഗത്ത് ആദ്യത്തെ 19 വാക്യങ്ങൾ നമ്മൾ പഠിച്ചത്. 20-ാം വാക്യം മുതൽ 35-ാം വാക്യം വരെ അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന് പറയുന്നതായിരിക്കുന്ന സിറിയൻ രാജാവ് അഥവാ ഗ്രീക്ക് രാജാവ്, ആ രാജാവ് ഇസ്രയേലിനോട് യഹൂദനോട് ചെയ്തതായിരിക്കുന്ന വലിയ ക്രൂരതകളാണ് നമ്മൾ 20-ാം വാക്യം മുതൽ 35-ാം വാക്യം വരെ പഠിച്ചത്. ഇനി 36-ാം വാക്യം മുതൽ വാസ്തവത്തിൽ നമ്മൾ 36-ാം വാക്യം ആരംഭിക്കുന്നത് തന്നെ അവിടെ രാജാവോ എന്ന് പറഞ്ഞുകൊണ്ട്. ഇതുവരെ നമ്മൾ ഈ 35-ാം വാക്യം വരെ നമ്മൾ കണ്ടത് ഒന്നുകിൽ തെക്കേ ദേശത്തിൽ രാജാവ്, വടക്കേ ദേശത്തിൽ രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യത്യസ്തമായിരിക്കുന്ന രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ 36-ാം വാക്യം ആരംഭിക്കുന്നതിന് രാജാവോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു തെക്കോ വടക്കോ എന്ന് പറയാതെ രാജാവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം ആരംഭിക്കുന്നത്. ആ ഭാഗത്തെക്കുറിച്ച് 36-ാം വാക്യത്തെ 36 മുതൽ 44-ാം വാക്യം വരെ, മലയാളത്തിൽ ഇംഗ്ലീഷിൽ 45 വാക്യമുണ്ട്. ഈ വാക്യം വരെ പലരും ഇത് അന്ത്യോക്യസ് എപ്പിഫാനസിനെ കുറിച്ച് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നവരും വിചാരിക്കുന്നവരും. പക്ഷേ നമുക്കറിയാം 35-ാം വാക്യം വരെ ഉള്ളത് വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ഹിസ്റ്ററിയിൽ അഥവാ ചരിത്രത്തിൽ നമുക്ക് മുമ്പ് അത് നിവർത്തിച്ചു കഴിഞ്ഞതാണ് 35-ാം വാക്യം വരെ. എന്നാൽ 36-ാം വാക്യം മുതൽ ഉള്ള കാര്യങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകുകയില്ല. തന്നെയുമല്ല, അവിടെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ മറ്റ് ഇതര വേദഭാഗങ്ങളുമായിട്ട് നമ്മൾ ഒരുമിച്ച് പഠിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. അത് വ്യത്യസ്തനായിരിക്കുന്ന വ്യക്തിയെക്കുറിച്ചാണ്, അത് അന്തിക്രിസ്തുവിനെ കുറിച്ചാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മൾ ഇന്ന് അന്തിക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള വിഷയമാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും ഈ വ്യക്തിയെക്കുറിച്ച് അറിയാനും പഠിക്കാനും താല്പര്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ ഈ വ്യക്തിയെക്കുറിച്ച്, അന്തിക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ കാണുന്നതായിരിക്കുന്ന അനേക വാക്കുകളുണ്ട്. 9-ാം അധ്യായത്തിൽ നമ്മൾ ഈ വ്യക്തിയെ കണ്ടത്, അദ്ദേഹത്തെ എങ്ങനെയാണ് വിളിച്ചത്? 9-ാം അധ്യായത്തിൽ ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? എന്തോ വരുവാനിരിക്കുന്ന പ്രഭു എന്നാണ് വിളിച്ചത്. 7-ാം അധ്യായത്തിൽ അദ്ദേഹത്തെ വിളിച്ചത് ചെറിയ കൊമ്പ്. അതുപോലെ ഈ അധ്യായത്തിൽ നമ്മൾ വിളിക്കുന്നത് രാജാവ് എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. 13-ാം അധ്യായത്തിൽ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ അദ്ദേഹത്തെ വിളിക്കുന്നത് മൃഗം എന്നാ വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന പേരുകളുള്ളതായിരിക്കുന്ന ഒരു ഭരണാധികാരിയാണ് ഈ വ്യക്തി. നമ്മൾ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ ഈ വ്യക്തിയെക്കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹം സർപ്പത്തിന്റെ അഥവാ സാത്താന്റെ സമ്പൂർണ്ണ ശക്തിയോടുകൂടി, സാത്താന്റെ സകല അധികാരത്തോടുകൂടി പ്രവർത്തിക്കുന്നതായിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് ഈ വ്യക്തിയെ മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മളിത് പഠിക്കുന്നതായിരിക്കുന്ന ഭാഗങ്ങൾ ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ 70 ആഴ്ചവട്ടം, അത് ഓർമ്മയുണ്ടല്ലോ, 70 ആഴ്ചവട്ടം. ഓക്കെ, ആശ. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ 70 ആഴ്ചവട്ടം നമുക്കറിയാം. ഈ 70 ആഴ്ചവട്ടം 70 ആഴ്ചവട്ടത്തെ കുറിച്ചുള്ളതായിരിക്കും. 70-ാമത്തെ ആഴ്ചവട്ടം നമുക്കറിയാം. 69 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് ഒരു പീരീഡ് ഉണ്ടായിരുന്നു. അത് നമുക്കറിയാം ഈ കൃപായുഗമാണ്. അതിനുശേഷം സംഭവിക്കേണ്ടതാണ് അവസാനത്തെ ആഴ്ചവട്ടം അഥവാ അവസാനത്തെ 7 വർഷം. ആ വർഷങ്ങൾ നടക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ വാസ്തവത്തിൽ ഈ 36-ാം വാക്യം മുതൽ 45-ാം വാക്യം വരെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഈ 36 മുതൽ 44 വരെ, മലയാളത്തിൽ 44, ഇംഗ്ലീഷിൽ 45 വാക്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ 4 വാക്യങ്ങൾ, 36, 39 വരെയുള്ള വാക്യങ്ങൾ, അന്തിക്രിസ്തു എങ്ങനെയാണ് അവസാനത്തെ ലോക ഭരണാധികാരി എന്ന നിലയിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കുന്നത്, അഥവാ അത് 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ അന്തിക്രിസ്തു എങ്ങനെയാണ് ഈ ഭൂമിയിൽ തന്റെ സ്ഥാനം, തന്റെ
പവർ ഉറപ്പിക്കുന്നത് എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. ദ ഫൈനൽ വേൾഡിലൂടെ ഹി വിൽ കൺസോളിഡേറ്റ് ഹിസ് പൊസിഷൻ. 39 വാക്യത്തോടുകൂടി താൻ തൻ്റെ ലോക ഭരണാധികാരി എന്ന് പറയുമ്പോൾ മറ്റ് ഭരണാധികാരികൾ ഇല്ല എന്നർത്ഥമില്ല, മറ്റ് റൂളേഴ്സ് ഇല്ല എന്നർത്ഥമില്ല, മറ്റ് രാജ്യങ്ങളെല്ലാം മാറിയിട്ട് ഒറ്റ രാജ്യമാക്കി ലോകത്തെ മാറ്റും എന്നല്ല അർത്ഥം. വിവിധമായിരിക്കുന്ന രാജ്യങ്ങളുണ്ടാകും, പക്ഷേ ഈ വ്യക്തി ആയിരിക്കും ഈ രാജ്യങ്ങളിൽ ഏറ്റവും, അഥവാ ഈ രാജ്യങ്ങളെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ളതായിരിക്കുന്ന വ്യക്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. 40 മുതൽ 43 വരെ ഉള്ളതായിരിക്കുന്ന 4 വാക്യങ്ങളിൽ അവിടെ അന്തിക്രിസ്തു ഒരു ലോക ഭരണാധികാരിയായിട്ട് ആദ്യത്തെ 4 വാക്യങ്ങൾ 36, 39 വരെ വാക്യങ്ങൾ വന്നു കഴിഞ്ഞാൽ 40 മുതൽ 43 വാക്യങ്ങളിൽ തൻ്റെ അതോറിറ്റിയെ, തൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണ്. ചോദ്യം ചെയ്യുന്നതിനുള്ള ബന്ധത്തിലാണ് 3-ാം ലോകമഹായുദ്ധം അത് പൊട്ടിപ്പുറപ്പെടാനായിട്ട്, അത് ആരംഭിക്കാനായിട്ട് അവിടെ ഇടയാകും. അതാണ് 40 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ 3-ാം ലോകമഹായുദ്ധം, നമ്മൾ അർമഗദോൻ യുദ്ധം എന്ന് പറയും. ആ യുദ്ധത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ചില വിവരണങ്ങൾ നമുക്ക് ലഭിക്കും. വാസ്തവത്തിൽ നമ്മൾ നോക്കിയാൽ ഈ ദാനിയേൽ പ്രവചനം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന പല കാര്യങ്ങളും ശരിയായ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധ്യമാകുമായിരുന്നില്ല. വെളിപ്പാട് പുസ്തകത്തെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ അന്ത്യകാലത്തെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ ദാനിയേൽ പ്രവചനം വളരെയധികം നമ്മെ സഹായിക്കുന്നതാണ്. 44-ാമത്തെ വാക്യം, അത് ഈ യുദ്ധത്തിൻ്റെ കൊടുമ്പിരി കൊള്ളുമ്പോൾ താൻ കിഴക്ക് നിന്നും വടക്ക് നിന്നും ഉള്ളതായിരിക്കുന്ന യുദ്ധ ശ്രുതികളെ കുറിച്ച് താൻ കേട്ടിട്ട് താൻ പരവശനാകും. അവസാനം താൻ തൻ്റെ കൊട്ടാരം യെരുശലേമിൽ അവൻ സ്ഥാപിക്കും. അവിടെ വെച്ച് അവൻ അന്തരിച്ചു പോകും. അതാണ് 44-ാമത്തെ വാക്യം, അഥവാ ഇംഗ്ലീഷിൽ 44, 45 വാക്യങ്ങൾ. അങ്ങനെ 3ആയിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. ആദ്യത്തെ 4 വാക്യങ്ങൾ he will consolidate his position. Then in the next 4 verses 40 to 43 his authority will be questioned, and then 44 and 45 he will be disturbed, and finally he will be killed or he will be destroyed. അതാണ് നമുക്ക് ഈ ഭാഗത്തെ 3ആയിട്ട് തിരിക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയാനിടയ്ക്ക്, ഈ അന്തിക്രിസ്തു എന്ന വാക്കിനെ കുറിച്ച് പലർക്കും സംശയം. എന്താ ഈ അന്തിക്രിസ്തു എന്ന് വന്നത് എന്നുള്ളതായിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, പലർക്കും ആ ക്വസ്റ്റ്യൻ എപ്പോഴും ഉണ്ട്. അന്തിക്രിസ്തു എന്ന വാക്ക് വാസ്തവത്തിൽ അതിൻ്റെ അർത്ഥം മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ എതിർ ക്രിസ്തു എന്നാണ്. യോഹന്നാന്റെ ലേഖനം, സുവിശേഷമല്ല ലേഖനത്തിലാണ് 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. അവിടെ എതിർ ക്രിസ്തു വരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എതിർ ക്രിസ്തു. അതുകൊണ്ട് ഈ എതിർ ക്രിസ്തു എന്ന വാക്ക് അത് ഗ്രീക്ക് ഭാഷയിലും അതിൻ്റെ തർജ്ജിമ ലത്തീൻ ഭാഷയിലും ഉള്ള വാക്കാണ് അന്തിക്രിസ്തോസ്. ആ വാക്ക് അങ്ങനെ തന്നെ നമ്മുടെ മലയാളത്തിൽ നമ്മുടെ പിതാക്കന്മാർ ഈ വ്യക്തിയെ മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ വാക്ക് നമ്മൾ ലത്തീൻ ഭാഷയുള്ള ബൈബിളാണ് ആരെങ്കിലും വായിക്കുന്നതെങ്കിൽ അന്തിക്രിസ്തോസ് എന്ന് തന്നെ കാണാൻ കഴിയും. മലയാളത്തിൽ അത് യോഹന്നാന്റെ ലേഖനത്തിൽ എതിർ ക്രിസ്തു എന്ന് തന്നെയാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അന്തിക്രിസ്തു എന്ന വാക്ക് മലയാളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഇല്ലെന്നും വേണമെങ്കിൽ പറയാം, ഉണ്ടെന്നും പറയാം. കാര്യം എതിർ ക്രിസ്തു എന്നതിൻ്റെ കൃത്യമായിരിക്കുന്ന ട്രാൻസ്ലേഷനാണ് ലത്തീൻ അഥവാ ഗ്രീക്ക് ഭാഷയുള്ള ട്രാൻസ്ലേഷൻ അന്തിക്രിസ്തോസ്. ആ വാക്കാണ് അന്തിക്രിസ്തു എന്ന് നമ്മൾ മലയാളത്തിൽ എടുത്ത് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് 36-ാമത്തെ വാക്യം ശ്രദ്ധിക്കാം. 36-ാമത്തെ വാക്യം, 11-ാം അധ്യായത്തിന് 36-ാമത്തെ വാക്യം. രാജാവോ ഇഷ്ടം പോലെ പ്രവർത്തിക്കും, അവൻ തന്നെത്താൻ ഉയർത്തി ഏതു ദേവനും മേലായി മഹത്വീകരിക്കുകയും ദൈവത്തിന് നേരെ അപൂർവ കാര്യങ്ങളെ സംസാരിക്കുകയും കോപം നിവൃത്തിയാകുവോളം അവന് സാധിക്കുകയും ചെയ്യും. രാജാവോ ഇഷ്ടം പോലെ പ്രവർത്തിക്കും. ഹി വിൽ ഡു അക്കോർഡിംഗ് ടു ഹിസ് വിൽ. അവന് ആർക്കും അവനെ തന്നെ അധീനപ്പെടുത്തത്തില്ല എന്ന് സാരം. അവൻ്റെ ഇഷ്ടം പോലെ അവൻ പ്രവർത്തിക്കും. ഇവിടെ നമ്മൾ നോക്കൂ, ഇവിടെ രാജാവോ എന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ ഉള്ളതായിരിക്കുന്ന വാക്യങ്ങൾ 11-ാം അധ്യായത്തിലെ 35 വാക്യങ്ങൾ നോക്കിയാൽ അവിടെ രാജാവിനെ സ്പെസിഫൈ ചെയ്യും. ഒന്നുകിൽ തെക്കേ ദേശത്തിലെ രാജാവ് അല്ലെങ്കിൽ വടക്കേ ദേശത്തിലെ രാജാവ്, ഇതർ സദേൺ കിങ് ഓർ ദ നോർത്തേൺ കിങ് എന്ന് പ്രത്യേകമായിട്ട് എഴുതും. പക്ഷെ ഇവിടെ വെറും രാജാവോ എന്ന് മാത്രമേ അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. പിന്നീട് രാജാവ് ഇഷ്ടം പോലെ പ്രവർത്തിക്കും, അവൻ തന്നെത്താൻ ഉയർത്തും എന്ന് വെച്ചാൽ അവന് ഈ ദശരാഷ്ട്ര സംഘടനകൾ നമുക്കറിയാം. ഇവനെ നമ്മൾ പറയുന്നത് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ
1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. വാസ്തവത്തിൽ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ 2 മൃഗങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ മൃഗം സമുദ്രത്തിൽ നിന്ന് വരുന്നത്, മറ്റേ മൃഗം കരയിൽ നിന്ന് വരുന്ന മൃഗം എന്ന നിലയിൽ 2 മൃഗങ്ങളായിട്ടാണ് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം. അതിൽ ആദ്യത്തെ 10 വാക്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിരിക്കുന്ന ആ മൃഗം, അത് 10 രാജാക്കന്മാരുടെ മുകളിലുള്ളതായിരിക്കുന്ന മൃഗമായിട്ടാണ് നമ്മൾ 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. 10 രാജാക്കന്മാർ എന്ന് വെച്ചാൽ നമ്മളൊക്കെ സാധാരണ ദശരാഷ്ട്ര സംഘടന എന്ന് പറയും. ദശരാഷ്ട്ര സംഘടന എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ ഒരു റോമൻ കിങ് ആയിരിക്കും, അഥവാ റോമൻ ഒരു പാശ്ചാത്യ രാജ്യങ്ങളുടെ ഒരു 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 ഗ്രൂപ്പിന്റെ അതിൻ്റെ മുകളിലുള്ള വ്യക്തിയായിരിക്കും ഈ വ്യക്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പ്രയാസമില്ല. 13-ാം അധ്യായത്തിന്റെ വാസ്തവത്തിൽ ഈ അന്ത്യക്രിസ്തുവിനെ കുറിച്ച് വ്യത്യസ്തമായിരിക്കുന്ന ഒരുപാട് വ്യത്യസ്തമായിരിക്കുന്ന വ്യാഖ്യാനങ്ങളുണ്ട്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 10 വാക്യങ്ങളാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ചിലരൊക്കെ എന്ന് വെച്ചാൽ വളരെ ലേണറായിട്ടുള്ള ആൾക്കാർ തന്നെ 13-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ കാണുന്നതായിരിക്കും വ്യക്തി. നമ്മൾ പറയും അത് കള്ളപ്രവാചകനെ കുറിച്ചാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ചിലരൊക്കെ അതാണ് അന്ത്യക്രിസ്തു എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട് എന്ന് സാരം. അപ്പോൾ വ്യത്യസ്തമായിരിക്കുന്ന രീതിയിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യർ മനസ്സിലാക്കിയിരിക്കും. അതിൻ്റെ റീസൺസും ഉണ്ട്. പക്ഷേ ആ വിഷയത്തിലേക്ക് നമ്മൾ ഇന്ന് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അവൻ തന്നെത്താൻ ഉയർത്തി എന്നുള്ളതാണ്. അവൻ പീഡന കാലത്തിൻ്റെ മധ്യേ ദശരാഷ്ട്ര സംഘടനകൾ അവന് കൊടുക്കുന്നതായിരിക്കുന്ന അവൻ്റെ സകല അധികാരവും അവൻ ഉപയോഗിക്കും. ഹി വിൽ എലിവേറ്റ് ഹിംസെൽഫ് എന്നുള്ളതാണ് നമുക്ക് ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 36 അവൻ രാജാവ് ഇഷ്ടം പോലെ പ്രവർത്തിക്കും, അവൻ തന്നെത്താൻ ഉയർത്തി ഏത് ദേവനും മേലായി മഹത്വീകരിക്കും. ഏത് ദേവനും മേലായി മഹത്വീകരിക്കും എന്ന് വെച്ചാൽ ഹി വിൽ ഒപ്പോസ് ആൻഡ് എക്സോൾട്ട് ഹിംസെൽഫ് എവറിഥിങ് ദാറ്റ് ഇസ് കോൾഡ് ഗോഡ്. നമുക്കറിയാം, നമ്മൾ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ഈ പീഡനകാലത്തിന്റെ മധ്യേ, ട്രിബുലേഷന്റെ മധ്യേ അവന്റെ ഐഡൽ അവൻ ദേവാലയത്തിൽ വെക്കും, യെരൂശലേം ദേവാലയത്തിൽ വെക്കും. കാര്യം പീഡനകാലത്തിന്റെ മധ്യേ വരെ മാത്രമേ മതങ്ങൾക്ക് സ്ഥാനമുള്ളൂ. കാര്യം പീഡനകാലത്തിന്റെ മധ്യം വളരെ പ്രധാനമാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ അവിടെ സ്വർഗത്തിലൊരു യുദ്ധം നടക്കും. ആ യുദ്ധത്തിൽ സാത്താൻ തോൽപ്പിക്കപ്പെട്ട് ഈ ഭൂമിയിലേക്ക് നിപതിക്കും. അങ്ങനെ ഈ ഭൂമിയിലേക്ക് സാത്താൻ വന്നു കഴിയുമ്പോൾ 12-ാം അധ്യായത്തിൽ അവിടെ സാത്താൻ ഈ ഭൂമിയിലേക്ക് വന്നു കഴിയുമ്പോൾ അവന് മനസ്സിലാവും അല്പകാലമേ ഉള്ളൂ എന്ന് മനസ്സിലാവും. അവന്റെ ടോട്ടൽ അവന്റെ വേ ഓഫ് വർക്കിംഗ് ചേഞ്ച് ചെയ്യും. അതുവരെ നമുക്കറിയാം, ഇന്നത്തെ കൂട്ടൊക്കെ വളരെ സാവധാനം, നമ്മളൊക്കെ അങ്ങനെയാണല്ലോ അല്ലേ. ഇന്ന് കർത്താവ് ഇപ്പോൾ ഓരോന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാവരും പറയും വരും എന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഇന്ന് വരത്തില്ലെന്ന് വിചാരിക്കത്തുള്ളൂ. കാര്യം നമ്മളൊക്കെ വരുമെന്ന് ഇന്ന് രാത്രി വരുമെന്ന് അറിയാമെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കത്തുമില്ല, ഇത് പഠിക്കാൻ വരത്തുമില്ല. നമ്മളെല്ലാം വ്യത്യസ്തമായ രീതിയിലായിരിക്കും നമ്മൾ പ്രവർത്തിക്കുന്നത് അല്ലേ. തീർച്ചയായിട്ടും അങ്ങനെയായിരിക്കും. അപ്പൊ സാത്താൻ ഇന്ന് എന്നാ ഇത് സംഭവിക്കുന്ന അറിയത്തില്ല. പക്ഷേ സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിട്ട് കഴിയുമ്പോൾ അവന് മനസ്സിലാവും, തീർന്നു, സമയം കഴിഞ്ഞെന്ന് മനസ്സിലാവും. അപ്പോൾ അവന്റെ ആകെ ചേഞ്ച് ആകും. പിന്നീട് അവൻ എന്തുണ്ടാകും എന്ന് ചോദിച്ചാൽ അവന് ഈ ഇന്നത്തെ ഈ ലോക മതങ്ങൾ എന്ന് പറയുമ്പം നമ്മുടെ അന്നത്തെയുള്ള ക്രിസ്തീയ മതം, അന്ന് ദൈവസഭ ഇവിടെ ഇല്ല, ദൈവസഭ ഇല്ലാത്തതായിരിക്കുന്ന ക്രിസ്തീയ മതം മാത്രമല്ല മറ്റുള്ള മതങ്ങളും, ഇതെല്ലാം ഈ ഗ്രൂപ്പിനെല്ലാം അവന് ഒഴിവാക്കും. അതാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ നമുക്ക് അത് കാണാനായിട്ട് കഴിയും. മതങ്ങളുടെ അവരുടെ ജഡ്ജ്മെന്റ് നമുക്ക് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അവനെ തന്നെ ഒരു ദൈവമാക്കി മാറ്റും. എന്ന് വെച്ചാൽ അവൻ അറിയാവുന്ന സകല ദേവന്മാരെക്കാൾ മുകളിലായിട്ട് അവനെ തന്നെ അവനെ തന്നെ ആക്കും. ഉപരോധിക്കുമല്ല, അവന്റെ മുകളിൽ ആക്കും. അവരോധിക്കും. അവനെ തന്നെ അങ്ങനെ അവരോധിക്കാനായിട്ട് ഇടയാകും. പിന്നീട് മേലായി മഹത്വീകരിക്കുകയും ദൈവത്തിന് നേരെ അപൂർവ വരികൾ സംസാരിക്കുകയും ചെയ്യും. നമുക്ക് ഇത് പലയിടത്ത് കാണാനായിട്ട് കഴിയും. നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിന് മേലെ അവനെ തന്നെ മഹത്വീകരിക്കുക എന്നുള്ളത് തെസ്സലോനിക്ക ലേഖനത്തിൽ അപ്പോസ്തലൻ പൗലോസും അതേ കാര്യം തന്നെ പറയുന്നുണ്ട്. അവൻ ദൈവദൂഷണം പറയും. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ നമുക്ക് ഇത് കാണാനായിട്ട് കഴിയും. അവൻ ദൈവദൂഷണം പറയും. പിന്നീട് നമ്മൾ വായിക്കുന്ന എന്താ, സംസാരിക്കുകയും കോപം നിവൃത്തിയാകുവോളം അവന് സാധിക്കുകയും ചെയ്യും. ദൈവകോപം നിവൃത്തിയാകുവോളം, കോപം നിവൃത്തിയാകും എന്ന് വെച്ചാൽ ദൈവകോപം, ദൈവം യഹൂദന്റെ മേൽ ചൊരിയുന്നതായിരിക്കും ദൈവകോപം,
അത് തീരുന്നത് വരെ അവന് അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും എന്ന് മാത്രമല്ല, നിർണയിക്കപ്പെട്ട സമയത്ത് നിർണയിക്കപ്പെട്ടിരിക്കുന്നത് സംഭവിക്കും. ദൈവം തീരുമാനിച്ചത് സംഭവിക്കാനായിട്ട് ഇടയാകും. അപ്പോൾ അന്തിക്രിസ്തുവിനെ കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു ചെറിയ ഒരു വിവരണമാണ് നമ്മൾ ഈ 36-ാം വാക്യത്തിൽ കണ്ടത്. എന്താ? അവൻ തന്നെത്താൻ ഉയർത്തും, അവൻ ഏത് ദേവനും മേലായിട്ട് അവൻ ആദ്യം രാജാവോ ഇഷ്ടം പോലെ പ്രവർത്തിക്കും, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് അവൻ പ്രവർത്തിക്കും. അവൻ തന്നെത്താൻ ഉയർത്തും, ഏത് ദേവനും മേലായി മഹത്വീകരിക്കും, ദൈവത്തിൻ്റെ നേരെ അപൂർവ കാര്യങ്ങളെ സംസാരിക്കും. എന്ന് വെച്ചാൽ അവൻ ദൈവത്തിനെതിരെ ബ്ലാസ്ഫമി, ദൈവത്തിനെതിരെ ദൈവദൂഷണം അവൻ പറയാനായിട്ടിടയാകും. അവൻ കോപം ദൈവത്തിൻ്റെ കോപം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കോപം നിവൃത്തിയാകുവോളം അവനത് സാധിക്കും. നിർണയിക്കപ്പെട്ട് സംഭവിക്കുള്ളൂ. ദൈവം തീരുമാനിച്ചതനുസരിച്ച് ആണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് 36-ാം വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി 37-ാമത്തെ വാക്യത്തിൽ അവൻ എല്ലാറ്റിനും മേലായി തന്നെത്താൻ മഹത്വീകരിക്കയാൽ തൻ്റെ പിതാക്കന്മാരുടെ ദേവന്മാരെയും സ്ത്രീകളുടെ ഇഷ്ടദേവനെയും യാതൊരു ദേവനെയും കൂട്ടാക്കുകയില്ല. അതാണ് മലയാളത്തിൽ വളരെ കറക്റ്റ് ട്രാൻസ്ലേഷൻ ദേവന്മാർ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ വാസ്തവത്തിൽ ഇംഗ്ലീഷ് രേഖപ്പെടുത്തി ദ ഗോഡ് എന്നല്ലേ, ദ ഗോഡ് ഓഫ് ഹിസ് ഫാദേഴ്സ് ഗോഡ്. പക്ഷേ ഗോഡ് എന്ന് എഴുതുന്നതിൻ്റെ അക്ഷരം ചെറിയ അക്ഷരമാണ്, ഇംഗ്ലീഷിൽ ചെറിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ എബ്രായ വാക്ക് എലോഹിം എന്ന വാക്ക്. എലോഹിം എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവങ്ങൾ. എലോഹിം എന്ന വാക്കൊരു വെറും കോമൺ വേർഡാണ്. നമ്മളൊക്കെ ദൈവം എന്ന് പറയും, ഹൈന്ദവർ ദൈവം എന്ന് പറയും, മുസ്ലിങ്ങൾ ദൈവം എന്ന് പറയും. അപ്പൊ ദൈവം എന്നതിൻ്റെ ഒരു എബ്രായ വാക്കാണ് എലോഹിം. അല്ലാതെ അതിന് ഒരു പ്രത്യേകമായിരിക്കുന്ന ഏതെങ്കിലും മതവുമായിട്ട് അതിന് ബന്ധമില്ല. അപ്പൊ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എലോഹിം എന്ന വാക്കാണ് എബ്രായ ഭാഷയിൽ. ഇവിടെ പറയുകയാണ്, അവൻ എല്ലാറ്റിനും മേലെ തന്നെത്താൻ മഹത്വീകരിക്കയാൽ തൻ്റെ പിതാക്കന്മാരുടെ ദേവന്മാരെയും സ്ത്രീകളുടെ ഇഷ്ടത്തിനെയും യാതൊരു ദേവനെയും കൂട്ടാക്കുകയില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവൻ്റെ പിതാക്കന്മാരുടെ ദേവന്മാരെയും, ഈ വാക്ക് വാസ്തവത്തിൽ അനേകർക്ക് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ദ ഗോഡ് ഓഫ് ഹിസ് ഫാദേഴ്സ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ പഴയ നിയമത്തിൽ അഥവാ നമ്മുടെ ബൈബിളിലെ ഒരു പ്രയോഗമാണ്. ഗോഡ് ഓഫ് ഹിസ് ഫാദേഴ്സ്, പിതാക്കന്മാരുടെ ദൈവം എന്നുള്ളത്. അതുകൊണ്ട് അന്തിക്രിസ്തു യഹൂദനാണ് എന്ന് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ദൈവം എന്നല്ല, ദേവന്മാർ എന്നാണ്. മലയാളത്തിൽ വളരെ കറക്റ്റായിട്ടാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്, ദേവന്മാർ എന്നാണ്. അപ്പം അന്തിക്രിസ്തു യഹൂദനാണ് എന്ന് ഇതുകൊണ്ട്, ഈ ഭാഗം കൊണ്ട് ആർക്കും തെളിയിക്കാനായിട്ട് സാധ്യമാകുകയില്ല. അവൻ തൻ്റെ പിതാക്കന്മാരുടെ ദേവന്മാരെയും എന്ന് വെച്ചാൽ അവന് റിലീജിയസ് ഹെറിറ്റേജ്, അവൻ്റെ മതത്തിൽ നിന്ന് പിതാക്കന്മാര് അവന് കൈമാറി കൊടുത്തതായിരിക്കുന്ന ആ മതസംഹിതയ്ക്ക് അനുസരിച്ചുള്ളതായിരിക്കുന്ന ദേവന്മാരെ അവൻ ആരാധിക്കത്തില്ല. തന്നെ പോലെ സ്ത്രീകളുടെ ഇഷ്ടദേവൻ എന്ന് പറയുന്നത് പലരും അവിടെ ഗബേലിയൻ, ഈ ഗബേലിയൻ എന്ന വ്യക്തിയെക്കുറിച്ച് ഞാൻ പല പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. ഗബേലിയൻ എന്ന് പറയുന്നത് നാം വളരെയധികം ബഹുമാനിക്കുന്നതായിരിക്കുന്ന ഒരു വലിയ ഒരു ബൈബിൾ സ്കോളറാണ്. താൻ ജയൻ ഡാർബിയുമായിട്ടൊക്കെയുള്ള ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. സ്കോഫീൽഡ് റെഫറൻസ് ബൈബിൾ എഴുതാനായിട്ട് അഥവാ അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് സ്കോഫീൽഡിലൂടെ പ്രവർത്തിച്ച വ്യക്തിയാണ്. വളരെ അറിവുള്ളതായിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. ആദ്യം എനിക്കൊന്ന് മെത്തേഡിസ്റ്റിലായിരുന്നു, പിന്നീട് ചർച്ചിലായിരുന്നു, പിന്നീട് പുള്ളി അവിടെ നിന്ന് മാറി. പക്ഷേ പിന്നെ ബ്രദറൻ ചർച്ചിലായിരുന്നു എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും ഗബേലിയനും മറ്റ് അനേകർ പറയുന്നത് ഇവിടെ സ്ത്രീകളുടെ ഇഷ്ടദേവൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ യഹൂദ സ്ത്രീകൾക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം അവരിൽ കൂടെ വേണം വാഗ്ദത്ത മശീഹ വരണം എന്നുള്ളതാണ്. അവരിൽ കൂടെ വേണം വാഗ്ദത്ത മശീഹ. അപ്പം സ്ത്രീകളുടെ ഇഷ്ടദേവൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വാഗ്ദത്ത അഥവാ മശീഹ അഥവാ ദൈവത്തെ എന്ന അതിൻ്റെ അർത്ഥം. അതാണ് സ്ത്രീകളുടെ ഇഷ്ടദേവൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ അതങ്ങനെ അല്ലെങ്കിൽ അവരുടെ ഇടയിലുള്ളതായിരിക്കും ഏതെങ്കിലും സ്ത്രീകളുടെ അഥവാ അവരുടെ ഇടയിലുള്ളതായിരിക്കുന്ന സ്ത്രീകളുടെ ദേവനെയും ആകാൻ സാധ്യതയുണ്ട്. പക്ഷേ യഹൂദ സ്ത്രീകളുടെ എവരി പയസ് ജൂയിഷ് ലേഡി, യഹൂദ ഭക്തിയുള്ളതായിരിക്കും യഹൂദ സ്ത്രീകളുടെയൊക്കെ ആഗ്രഹം അവരിൽ കൂടെ വേണം മശീഹ വരാൻ എന്നുള്ളതാണ്. അപ്പോൾ 37-ാം വാക്യം, അവൻ എല്ലാറ്റിനും മേലായി തന്നെത്താൻ മഹത്വീകരിക്കയാൽ തൻ്റെ പിതാക്കന്മാരുടെ ദേവന്മാരെയും, തൻ്റെ തനിക്ക് ലഭിച്ചതായിരിക്കുന്ന പിതാക്കന്മാർ മുഖാന്തരം ലഭിച്ചതായിരിക്കുന്ന ദേവന്മാരെയും സ്ത്രീകളുടെ ഇഷ്ടദേവനെയും യാതൊരു ദേവനെയും കൂട്ടാക്കുകയില്ല. എന്ന് വെച്ചാൽ ഒരു ദേവനെയും തന്നെ കൂട്ടാക്കുകയില്ല. നമുക്കറിയാമല്ലോ, അതുകൊണ്ടാണല്ലോ താൻ തന്നെ
ദൈവമായിട്ട് അവരോധിക്കുന്നു, അല്ലേ? അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പ്രയാസമില്ല. ഇനി 38 വാക്യം. ഈ വാക്യത്തെ ആസ്പദമാക്കി അന്തിക്രിസ്തു ഒരു നിരീക്ഷനായ യഹൂദനായിരിക്കും എന്ന് പലരും വിചാരിക്കുന്നു. ഞാൻ 2 പേര് എഴുതുന്നത്, ഗബേലിയൻ, ജയൻ ഡാർബിയും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. യഹൂദൻ ആയിരിക്കും അന്തിക്രിസ്തു എന്നുള്ളത്. പക്ഷേ ഈ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ വിചാരിക്കാനായിട്ട് നമുക്ക് സാധ്യമാകില്ല. കാര്യം ഇവിടെ ദേവൻ എന്ന് രേഖപ്പെടുത്തുന്ന ദേവന്മാർ എന്നുള്ള എലോഹിം എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു വ്യാഖ്യാനം സാധിക്കത്തില്ല. ജയൻ ഡാർബിയും ഒക്കെ അത് യഹൂദനാണ് അന്തിക്രിസ്തു എന്ന് വിചാരിക്കുന്നവരാണ്. അങ്ങനെ വിചാരിക്കുന്നവർ വെളിപ്പാട് പുസ്തകം 13 അധ്യായത്തിലെ 11 വാക്യം മുതലുള്ളതായിരിക്കുന്ന ആ വിവരണമാണ് അന്തിക്രിസ്തുവായിട്ട് എടുക്കുകയും 13 അധ്യായത്തിന് ആദ്യത്തെ 10 വാക്യങ്ങളുള്ളതായിരിക്കുന്ന സമുദ്രത്തിൽ വരുന്ന മൃഗം അത് റോമൻ ഭരണാധികാരിയാണ്. അത് തമ്മിൽ അങ്ങനെയാണ് അവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഇനി 38 വാക്യം. അതിനു പകരം അവൻ കോട്ടകളുടെ ദേവനെ ബഹുമാനിക്കും. ഇവിടെ നമ്മൾ നോക്കൂ, ബഹുമാനിക്കും എന്നാണ്, ആരാധിക്കും എന്നല്ല. വളരെ പ്രധാനമായിട്ട് നമ്മൾ സാധാരണ ദൈവത്തെ അവൻ കോട്ടകളുടെ ദേവനെ ആരാധിക്കും എന്നല്ല, കോട്ടകളുടെ ദേവനെ ബഹുമാനിക്കും എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷിലെ ഗോഡ് ഓഫ് ഫോഴ്സസ് ഓർ ഫോർട്രസസ് എന്നാണ്. ഹീ ഷാൽ ഓണർ ദ ഗോഡ് ഓഫ് ഫോഴ്സസ് ഓർ ഫോർട്രസസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹി വിൽ ഓണർ ആൻഡ് നോട്ട് ദാറ്റ് ഹി വിൽ വർഷിപ്പ്. അതാണ് 38 വാക്യം. അതിനു പകരം അവൻ കോട്ടകളുടെ ദേവനെ ബഹുമാനിക്കും എന്ന് എഴുതിയേക്കുന്നത്. കോട്ടകളുടെ ദേവൻ എന്ന വാക്കിന്റെ അർത്ഥം ഗോഡ് ഓഫ് ഫോഴ്സസ് എന്നാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദൈവം എന്ന് പറയുന്നത് സൈന്യത്തെയാണ് അവൻ ദൈവമായിട്ട്, അവനെ തന്നെ ദൈവമായിട്ട് കരുതും. അവൻ പിന്നൊരു ദൈവം അവനുണ്ടെങ്കിൽ ആകപ്പാടെ അവനുള്ള ദൈവം എന്ന് പറയുന്നത് സൈന്യമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു പീസ് ട്രീറ്റി ഉണ്ടാവണമെങ്കിൽ, രാജ്യങ്ങൾ തമ്മിൽ ഒരു പീസ് ട്രീറ്റി ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ പുറകിൽ നിൽക്കുന്നതായിരിക്കുന്ന രാജ്യം വളരെ പവർഫുൾ ആയിരിക്കണം. ഉദാഹരണത്തിന് നമ്മൾ പറയാം, ഇപ്പോൾ ശ്രീലങ്കയും പിന്നെ പാകിസ്ഥാൻ്റെ ഒരു പീസ് ട്രീറ്റി ഉണ്ടാക്കിയ ലോക സമാധാനം കിട്ടുമോ? കിട്ടത്തില്ല. കാര്യം അവർക്ക് ലോകത്തെ നിയന്ത്രിക്കാനായിട്ട് സാധ്യമാകുകയില്ല. പക്ഷേ സാധ്യമാകുന്നതായിരിക്കുന്ന രാജ്യങ്ങൾ ചൈനയോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയോ അല്ലെങ്കിൽ അമേരിക്കയോ ഒക്കെ രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ നമുക്കറിയാം അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നൊരു സാരം അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ പുറകിൽ സൈനിക ശക്തി, അല്ലേ? സൈനിക ശക്തി ഇല്ലെങ്കിൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ അന്തിക്രിസ്തുവിനെ സംബന്ധിച്ച് നമ്മൾ എന്തുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 13 അധ്യായത്തിലെ ആദ്യത്തെ സമുദ്രത്തിൽ കയറുന്ന മൃഗമാണ് അന്തിക്രിസ്തു എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, അങ്ങനെ അല്ലാതെ ഈ ഒരു ഒരു സമാധാന ഉടമ്പടി ഒരിക്കലും നിലനിർത്താൻ സാധ്യമാകുകയില്ല. യഹൂദനുമായിട്ട് സമാധാന ഉടമ്പടി ഉണ്ടാക്കാൻ എളുപ്പമാണോ? യഹൂദനായിട്ട് ഉണ്ടാക്കാൻ ഒക്കും, പക്ഷെ അത് എൻഫോഴ്സ് ചെയ്യാൻ എളുപ്പമാണോ? മറ്റു രാജ്യങ്ങളുടെ അടുക്കൽ പറ്റുമോ? എളുപ്പമാണോ? ഒക്കുമോ? നമുക്ക് ഇന്ന് നോക്കിയാൽ തന്നെ അറിയാൻ സാധിക്കത്തില്ല. കാര്യം അവരെ വിഴുങ്ങാനായിട്ട് ഇറാനും ഇറാഖും പിന്നെ ലെബനോനും എന്ന് വേണ്ട എന്തെല്ലാം ആൾക്കാരാ ചുറ്റും നിൽക്കുന്നത്. ഇവരെ പിടിച്ചു നിർത്തണമെങ്കിൽ എന്ത് വേണം? സൈനിക ശക്തി വേണം, അല്ലേ? സൈനിക ശക്തി ഇല്ലാതെ ഇവരെ പിടിച്ചു നിർത്താൻ സാധ്യമാകുകയില്ല. അപ്പോ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദൈവം എന്ന് പറയുന്നത് കോട്ടകളുടെ ദൈവം അഥവാ സൈന്യമാണ്. അവരെ ബഹുമാനിക്കും എന്ന് മാത്രമല്ല, അവർക്ക് ധാരാളം സമ്മാനങ്ങൾ കൊടുക്കും. അവരെ ബഹുമാനിച്ച് നിർത്തും എന്ന് മാത്രമല്ല, അവന്റെ സൈന്യത്തെ അവൻ സന്തോഷിപ്പിച്ച് അവൻ ധാരാളം ബഹുമാനം കൊടുക്കും. അതിനു പകരം കോട്ടകളുടെ ദേവനെ ബഹുമാനിക്കും. പിന്നെ അവന്റെ പിതാക്കന്മാർ അറിയാത്ത ഒരു ദേവനെ അവൻ പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും രത്നങ്ങൾ കൊണ്ടും മനോഹര വസ്തുക്കൾ കൊണ്ടും ബഹുമാനിക്കും. അവരുടെ പിതാക്കന്മാർ അറിയാത്ത ഒരു ദേവൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ സൈനിക ബലം തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ സാത്താനായിരിക്കാം, അല്ലെങ്കിൽ അവന്റെ ആയിരിക്കാം, ആരാണെന്ന് നമുക്ക് അറിഞ്ഞോളാം. പക്ഷേ അവൻ അതിൻ്റെ ഐഡൽസിനെ അതിൻ്റെ വിഗ്രഹത്തെ അവൻ പൊന്നുകൊണ്ടും വെള്ളികൊണ്ടും രത്നങ്ങളുണ്ടും മനോഹര വസ്തു കൊണ്ട് ബഹുമാനിക്കും എന്ന വാക്കാണ് ഇവിടെ രേഖപ്പെടുന്നത്. അപ്പൊ ദൈവത്തെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ അഡോൺ ചെയ്യും, അല്ലേ? വിശേഷപ്പെട്ട വസ്തുക്കളെ കൊണ്ടൊക്കെ അഡോൺ ചെയ്യും. തൻ്റെ സൈന്യത്തിന് അവൻ ധാരാളമായിരിക്കുന്ന സമ്മാനങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ഇടയാകും. ഇനി 39 വാക്യം. അവനൊരു അന്യദേവന്റെ ജനത്തെ കോട്ടകളുടെ കൊത്തളങ്ങളിൽ ആക്കി വെക്കും. ഒരു അന്യദേവന്റെ ജനത്തെ കോട്ടകളുടെ
കൊത്തളങ്ങളിൽ മേൽ ആക്കി വെക്കും. എന്ന് വെച്ചാൽ അവന്റെ ദൈവമായിരിക്കുന്ന സൈന്യത്തെ അവൻ തന്ത്രപ്രധാന ഇടങ്ങളിൽ നിയമിക്കും എന്നുള്ളതാണ്. തന്ത്രപ്രധാന, അത് നമുക്കറിയാം, ഒരു ലോക ഭരണക്രമത്തിൽ അങ്ങനെ നടക്കുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ അവന്റെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന വ്യക്തികൾ, അവർ സൈനിക ശക്തിയുള്ളതായിരിക്കുന്ന വ്യക്തികളെ അവൻ സ്ഥാപിക്കും എന്നുള്ളതാണ്, അല്ലെ? അവന്റെ ദേവനായ സൈന്യത്തിന്റെ ജനത്തെ തന്ത്രപ്രധാന ഇടങ്ങളിൽ നിയമിക്കും, അവനവരെ ബഹുമാനിക്കും, വലിയ പ്രതിഫലം കൊടുക്കും. ഹി വിൽ ഗിവ് ലോട്ട് ഓഫ് റിവാർഡ്സ് ടു ദം. തന്നെയുമല്ല, ഒരുപക്ഷെ ഹി വിൽ അപ്പോയിന്റ് ദം ആസ് റൂളേഴ്സ് ഓഫ് ഡിഫറെന്റ് ടെറിട്ടറീസ്. അതാണ് നമ്മളിവിടെ 39 വാക്യത്തിന്റെ അവസാനം. അവരെ പലർക്കും അധിപതികളാക്കി ദേശത്തെ പ്രതിഫലമായി വിഭാഗിച്ചു കൊടുക്കും. അപ്പം നമ്മൾ ഈ ആദ്യത്തെ 36 മുതൽ 39 വരെയുള്ളതായിരിക്കുന്ന 4 വാക്യങ്ങളിൽ അവനെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. ഒരു വേൾഡ് റൂളർ എന്ന നിലയിൽ അവനെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അവൻ എന്താ ചെയ്യുന്നത്? 36 വാക്യത്തിൽ അവനവൻ്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കും. അവൻ തന്നെത്താൻ ഉയർത്തി ഏത് ദൈവനും മേലായിട്ട് അവനെ തന്നെ മഹത്വീകരിക്കും എന്ന് മാത്രമല്ല, അവൻ ദൈവത്തിനെതിരെ അവൻ സംസാരിക്കും. പിന്നെ അവൻ ഒരു ദൈവത്തെയും അവൻ കൂട്ടാക്കുകയില്ല. 38 വാക്യത്തിൽ അവൻ കോട്ടകളുടെ ദേവനെ അഥവാ സൈന്യത്തെ അവൻ ബഹുമാനിക്കും. അവർക്ക് ധാരാളമായിട്ട് അവൻ സമ്മാനങ്ങളൊക്കെ കൊടുക്കും, പ്രതിഫലം കൊടുക്കും, അവരെ ഉന്നത സ്ഥാനങ്ങളിലാക്കും. രാജ്യങ്ങളെ തന്നെ ഒരുപക്ഷെ അവൻ ടെറിട്ടറിയൊക്കെ തിരിച്ച് അവർക്ക് അവൻ അധികാരം കൊടുക്കും. സോ ഹി വിൽ എസ്റ്റാബ്ലിഷ് ഹിംസെൽഫ് ആസ് എ വേൾഡ് ലീഡർ, വേൾഡ് റൂളർ എന്ന് നമ്മൾ പറയും. പക്ഷേ മോർ ദാൻ ദാറ്റ് ഹി ഈസ് എ വേൾഡ് ലീഡർ. അവൻ ഈ ലോകത്തെ മുഴുവനായിട്ട്, നമ്മൾ വെളിപ്പാട് ദിവസം 13 അധ്യായം വളരെ പ്രധാനമാണ്, നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. അതിൻ്റെ അകത്ത് നമുക്കറിയാം, ഈ ലോകത്തെ മുഴുവൻ ഒന്നാക്കി നിർത്താൻ കഴിയുന്നതായിരിക്കുന്ന ഒരു രാജാവ്, ഒരു നേതാവായിട്ടാണ് നമ്മൾ അവിടെ വെളിപ്പാട് പുസ്തകം 13 അധ്യായത്തിൽ ഈ അന്തിക്രിസ്തുവിനെ കാണുന്നത്. ഒരു വേൾഡ് ട്രേഡ്, ഒരു വേൾഡ് ക്യാഷ് സിസ്റ്റം, ഒരു വേൾഡ് ലീഗൽ സിസ്റ്റം. എന്ന് വെച്ചാൽ അവനെ ബഹുമാനിക്കാത്തവരെ കൊന്നുകളയും, അപ്പോൾ അവന്റെ ആജ്ഞകൾ അനുസരിക്കാത്തവരെ കൊന്നുകളയും. ഒരു വേൾഡ് ക്യാഷ്ലെസ് സിസ്റ്റം, അതൊക്കെ ഇപ്പോൾ നടക്കുന്നതല്ലേ, ഇപ്പോൾ ഓൾറെഡി ഉണ്ട് ക്യാഷ്ലെസ് സിസ്റ്റം. അതുപോലെ വേൾഡ് ട്രേഡ് സിസ്റ്റം, അതുപോലെ വേൾഡ് ലീഗൽ സിസ്റ്റം, അങ്ങനെ ഉള്ളതായിരിക്കുന്ന ഒരു വേൾഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അതൊക്കെ നമുക്ക് 13 അധ്യായത്തിൽ കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു സിസ്റ്റം അവന് കൊണ്ടുവരണമെങ്കിൽ ഹി ഹാസ് ടു ഹിംസെൽഫ് എൻഫോഴ്സ് ഹിസ് അതോറിറ്റി, അല്ലേ? എൻഫോഴ്സ് ചെയ്യാതെ, if he is not enforcing his authority, he cannot control everything. So he will enforce. He will say that I am the boss, and he will have a vast military with him. അവനെ പുറകിൽ അവനെ ശക്തീകരിക്കാനായിട്ട് രാഷ്ട്രങ്ങൾ തന്നെ ധാരാളമായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. അതാണ് നമ്മൾ ആദ്യത്തെ 4 വാക്യങ്ങൾ കണ്ടത്. ഇനി ഉള്ളതായിരിക്കുന്ന അടുത്ത 4 വാക്യങ്ങളിൽ അവിടെ നമുക്ക് 3-ാം ലോകമഹായുദ്ധത്തെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും. 3-ാം ലോകമഹായുദ്ധം അതെങ്ങനെയാണ് പൊട്ടിപ്പുറപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത 4 വാക്യത്തിൽ കാണാനായിട്ട് സാധിക്കും. നമ്മൾ സാധാരണ പലപ്പോഴും ചിന്തിക്കുന്നത് പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത്, അതായത് ഈ പീഡനകാലത്തിന്റെ മധ്യേ അവന്റെ ഐഡൽ, അവന്റെ വിഗ്രഹം ഈ ക്ഷേത്രത്തിൽ ഈ ദേവാലയത്തിൽ സ്ഥാപിച്ചു കഴിയുമ്പോൾ യഹൂദന്മാർ അതിനെ എതിർക്കും. അത് മുഖാന്തരമാണ് പലരും വിചാരിച്ചിരിക്കുന്ന ഒരു 3-ാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നത്. അങ്ങനെയല്ല. എന്നാൽ അത് യഹൂദന് ഭയങ്കരമായിരിക്കുന്ന പേഴ്സിക്യൂഷൻ ഉണ്ടാകാനായിട്ട് അത് മുഖാന്തരമായി തീരും. ഈ സംഭവം യഹൂദനെ സംബന്ധിച്ചിടത്തോളം വളരെ പേഴ്സിക്യൂഷൻ ഇടയാകും. ഏത് സംഭവമാ? അവന്റെ ഐഡൽ, അവന്റെ വിഗ്രഹം അവിടെ ദേവാലയത്തിൽ സ്ഥാപിച്ചിട്ട് നമുക്കറിയാം, അവനെ അന്തിക്രിസ്തുവിനോട് സഹായിക്കുന്നതായിരിക്കുന്ന കള്ളപ്രവാചകൻ ഈ വിഗ്രഹത്തിന് സംസാരിക്കാനൊക്കെയുള്ള കഴിവ് കൊടുക്കും എന്ന് നമ്മൾ 13-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ അതല്ല വാസ്തവത്തിൽ 3-ാം ലോകമഹായുദ്ധത്തിന്റെ ആരംഭം. നമ്മൾ വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ അവിടെ ഹർമഗദോൻ അഥവാ അർമഗദോൻ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, അവ അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്ന് പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. എന്നാ നമ്മൾ ഹർമഗദോൻ എന്ന് വെച്ചാൽ
മെഗദോൻ എന്ന മെഗദോൻ അഥവാ ദ മൗണ്ട് ഓഫ് മെഗദോ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. വാസ്തവത്തിൽ മെഗദോ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മൗണ്ടൻ ഇല്ലെന്നാണ് പറയുന്നത്, ഒരു മലയേ ഉള്ളൂ. വാസ്തവത്തിൽ ഈ ഹർമഗദോൻ യുദ്ധം എന്ന് പറയുന്ന ഒരു യുദ്ധമല്ല, ഒരു സിംഗിൾ യുദ്ധമല്ല. ഒരു യുദ്ധം എന്ന് വെച്ചാൽ ഒരു സിംഗിൾ യുദ്ധമല്ല. അതൊരു ഒരു ഒരു പീഡനകാലത്തിന്റെ മധ്യ തുടങ്ങി ആരംഭിക്കുന്നതായിരിക്കുന്ന ഒരു വലിയ യുദ്ധത്തിന്റെ അവസാനമാണ് വാസ്തവത്തിൽ നമ്മൾ ഈ കാണുന്നതായിരിക്കുന്ന ഹർമഗദോൻ എന്ന് പറയുന്ന സ്ഥലത്ത് അവരെ കൂട്ടിവരുത്തും എന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. വാസ്തവത്തിൽ ഈ വാക്യങ്ങൾ ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 40-ാം വാക്യം മുതൽ നോക്കിയാൽ അവിടെ ദ കിങ് ഓഫ് ദ സൗത്ത് എന്ന് വെച്ചാൽ ഈജിപ്തിനോട് ചേർന്ന് ഈ ഭാഗത്ത് തന്നെ നമുക്കറിയാം ലിബിയയുണ്ട്, അതുപോലെ എത്യോപ്യയുണ്ട്. ആ അറബ് രാഷ്ട്രങ്ങൾ അവർ ചേർന്നിട്ട് യഹൂദിനോട് യുദ്ധം ചെയ്യാനായിട്ടിടയാകും. നമുക്കറിയാം അതിനു മുമ്പ് യഹൂദിനുമായിട്ടൊരു പീസ് ട്രീറ്റി ഉണ്ട്. പീസ് ട്രീറ്റിയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. എന്തായിരിക്കും ഈ പീസ് ട്രീറ്റി എന്നുള്ളത് നമുക്ക് അല്പം കൂടെ കഴിയുമ്പോൾ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഒരു പീസ് ട്രീറ്റി ഉണ്ട് യഹൂദിനുമായിട്ട്. അപ്പോൾ ഈ പീസ് ട്രീറ്റി ഉള്ളത് കൊണ്ട് യഹൂദനുമായിട്ട് ഇവർ യുദ്ധത്തിന് വരുമ്പോൾ അന്തിക്രിസ്തു അവരോട് യുദ്ധം ചെയ്യും. അന്തിക്രിസ്തു യുദ്ധം ചെയ്യുമ്പോൾ ഈ ഈജിപ്തിനെ സഹായിക്കാനായിട്ട് സിറിയയും എന്ന് വെച്ചാൽ നോർത്തേൺ കിങ്ഡം, നോർത്തേൺ കോൺഫെഡറസി എന്ന് വെച്ചാൽ വടക്ക് നിന്നുള്ള രാജാക്കന്മാർ, നമുക്കറിയാം സിറിയ, ഇറാഖ്, ഇറാൻ, ഈ രാഷ്ട്രങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്. ഇവരെല്ലാം കൂടെ ഈ ഈജിപ്തിനെ സഹായിക്കാനായിട്ട് വരും. ആ യുദ്ധത്തിൽ അന്തിക്രിസ്തു വിജയിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് കഴിയുന്നത്. അങ്ങനെ അവൻ വിജയിച്ച് അവൻ തൻ്റെ വിജയം ആഘോഷിക്കുമ്പോൾ അവന് മനസ്സിലായി ഈസ്റ്റിൽ നിന്ന്, അഥവാ ഈസ്റ്റ് എന്ന് വെച്ചാൽ കിഴക്ക് നിന്ന് ഒരു വലിയ ഒരു സൈന്യം, നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് ഏതാണ്ട് 20 കോടി എന്നാണ്. അത്രയും വലിയ സൈന്യം വരുന്നതായിട്ട് അവൻ അറിയുമ്പോൾ അവൻ ഭയപരവശനാകും. പക്ഷെ അവൻ യുദ്ധത്തിന് പുറപ്പെടും എന്ന് മാത്രമല്ല, അവന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് യെരുശലേം അവൻ തീരുമാനിക്കും. പക്ഷേ അവിടെ വെച്ച് അവൻ അന്തരിക്കും, അഥവാ അവൻ നശിപ്പിക്കപ്പെടും എന്നുള്ളതാണ് നമുക്ക് ഈ ഭാഗത്തു നിന്ന് കാണുന്നതിൻ്റെ ഒരു രത്നച്ചുരുക്കമായിട്ട് നമുക്ക് കാണാനായിട്ട് 40 മുതൽ 43 വരെയുള്ളതായിരിക്കുന്ന 4 വാക്യങ്ങൾ. ഇനി നമുക്ക് 40-ാമത്തെ വാക്യം നോക്കാം. ഓക്കെ, നമ്മൾ ഈ ഭാഗത്തെക്കുറിച്ച് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാനിവിടെ എഴുതി, യുദ്ധത്തിൻ്റെ കേന്ദ്രം പലസ്തീൻ തന്നെയാണ്. പിന്നീട് ഈ ഭാഗത്ത് നമ്മൾ ഹി, ഹിം, ഹിസ് അത് തെറ്റാതിരിക്കാൻ വേണ്ടി രേഖപ്പെടുത്തുന്നത് മാത്രം. അവനോട് തുടങ്ങിയ പരാമർശങ്ങളെല്ലാം അന്തിക്രിസ്തുവിനെ തന്നെയാണ് കാണിക്കുന്നത്. അത് നമ്മൾ വായിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട ആവശ്യമില്ല. 40-ാം വാക്യം മുതൽ 45-ാം വാക്യം വരെ ഹി, ഹിസ് ഓർ ഹിം എന്നൊക്കെ കാണുന്നതെല്ലാം അന്തിക്രിസ്തുവിനെ കുറിച്ച് തന്നെയായിരിക്കും. ഇനി എന്താണ് ഈ സമാധാന ഉടമ്പടി എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. എന്തായിരിക്കും സമാധാന ഉടമ്പടി? ഇന്നത്തെ ഈ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സമാധാന ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു ക്ലോസ് എന്താ അറിയാമോ? സമാധാന ഉടമ്പടിയുടെ ഒരു ക്ലോസ് എന്താന്ന് ചോദിച്ചാൽ, ഒരാളെ തൊട്ടാൽ നമ്മളെല്ലാം തൊട്ടതായിട്ട് പരിഗണിക്കും. ഉദാഹരണത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി. അത് 32 രാജ്യങ്ങളുണ്ട്. അതിൽ പിന്നെ UK ഉണ്ട്, ഗ്രേറ്റ് ബ്രിട്ടൻ ഉണ്ട്, അതുപോലെ കാനഡയുണ്ട്, അമേരിക്കയുണ്ട്. ഈ രാഷ്ട്രങ്ങളെല്ലാം ചേർന്നതായിരിക്കുന്ന 32 രാഷ്ട്രങ്ങൾ ചേർന്ന ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് നാറ്റോ എന്ന് പറയുന്നത്, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ഈ അലയൻസിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തെ തൊട്ടാൽ എല്ലാവരെയും തൊട്ടതായിട്ട് കണക്കാക്കും. അതാണ് അവരുടെ നിയമം. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആരെങ്കിലും ആക്രമിച്ചാൽ അവർ കരുതും നമ്മളെല്ലാം ആക്രമിച്ചു, നമ്മളെല്ലാവരും ഒരുമിച്ച് ആ ശക്തിയോട് എതിർക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വാസ്തവത്തിൽ 9/11 അറ്റാക്കിലൊക്കെ വാസ്തവത്തിൽ എല്ലാ രാഷ്ട്രങ്ങളും അമേരിക്കയോട് ചേർന്ന് നിന്നും അതിനുവേണ്ടി അവരോട് ഒപ്പം നിൽക്കാനായിട്ട് ഉണ്ടായ കാരണം ഈ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റിയാണ്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനിലെ നാറ്റോയുടെ ഒരു പ്രത്യേകത. അതുപോലെയാണ് EU-ലും അങ്ങനെ ഉണ്ട് കേട്ടോ. EU-ല് വാസ്തവത്തിൽ ഉക്രൈൻ ഇത് രണ്ടിലും മെമ്പർ അല്ല. അവർക്ക് പറ്റിപ്പോയത്. ഇതിലേതെങ്കിലും മെമ്പർ ആയിരുന്നെങ്കിൽ അവരെ ആക്രമിക്കാൻ റഷ്യക്ക് സാധിക്കുമായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരാളെ തൊട്ടാൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച്
ആക്രമിക്കും. അതാണ് ഈ ട്രീറ്റിയുടെ ഒരു പ്രത്യേകത. അപ്പം നമ്മൾ വിചാരിക്കുന്നത് വാസ്തവത്തിൽ യഹൂദനുമായിട്ടുണ്ടാകുന്നതായിരിക്കുന്ന പീസ് ട്രീറ്റി, അഥവാ നമ്മൾ ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടല്ലോ അല്ലേ, 9-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോട് നിയമത്തെ കഠിനമാക്കും. ഹി വിൽ ഹാവ്, അത് ഇംഗ്ലീഷിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ഹി വിൽ ഹാവ് എ സ്ട്രോങ് കവനന്റ്, he will make a new covenant with many, he will have a strong covenant, irrevocable covenant he will make with Israel. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് യഹൂദനുമായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും പീസ് ട്രീറ്റി. 9-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ നമ്മൾ കണ്ടതായിരിക്കുന്ന ആ പീസ് ട്രീറ്റിയുടെ ഒരു ക്ലോസ് എന്തായിരിക്കാൻ സാധ്യതയുണ്ട്? നിങ്ങളെ ആരെങ്കിലും ആക്രമിച്ചാൽ നമ്മളെല്ലാവരും കൂടെ അവരെ എതിർക്കും. കാര്യം നിങ്ങളെ ആക്രമിക്കുന്നവർ ഞങ്ങളെ ആക്രമിക്കുന്നത് തുല്യമാണ്. വാസ്തവത്തിൽ അതാണ് ഇന്നത്തെ പീസ് ട്രീറ്റുകളുടെ ഒക്കെ പ്രത്യേകത. നാറ്റോ ഗ്രൂപ്പിൽ ഒരു രാജ്യം ചേർന്നാൽ അവരെ വേറെ ആർക്കും ആക്രമിക്കാൻ സാധിക്കില്ല. അങ്ങനെ ആക്രമിച്ചാൽ ഒരു ലോകമഹായുദ്ധം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാര്യം എല്ലാ രാഷ്ട്രങ്ങളും അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, ആ നാറ്റോ സഖ്യത്തിലുള്ള രാഷ്ട്രങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരും. യൂറോപ്യൻ യൂണിയനും അങ്ങനെ തന്നെയാണ്. അവരുടെ കൂട്ടത്തിലുള്ള 27 രാഷ്ട്രങ്ങളുണ്ട്. അവരിൽ ആരെങ്കിലും ഒരാളെ തൊട്ടാൽ എല്ലാവരും ഒരുമിച്ച് വരും. ഈ യൂറോപ്യൻ യൂണിയനും നാറ്റോയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം നാറ്റോയിൽ അമേരിക്കയും കാനഡയും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയാൻ വന്നത്, ഈ യുദ്ധത്തിൽ വാസ്തവത്തിൽ ഈ പീസ് ട്രീറ്റി നിലനിൽക്കുന്നത് കൊണ്ട് നമുക്കറിയാം, സഭ ഇവിടെ നിന്ന് ഉൽപ്രാപണം ചെയ്ത് കഴിയുമ്പോൾ there will be a peace treaty. Antichrist or Antichrist-led coalition will create a peace treaty with Israel. ആ ഇസ്രയേലിലുള്ളതായിരിക്കും പീസ് ട്രീറ്റിയുടെ പ്രധാനപ്പെട്ടതായിരിക്കും ഒരു ഘടകം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും ഒന്നാണ്. നിങ്ങളെ ആരെങ്കിലും ആക്രമിച്ചാൽ ഞങ്ങളെ ആക്രമിച്ചായിട്ട് കരുതും എന്നുള്ളതാണ്. നമ്മൾ ആദ്യം ഓർത്തതുപോലെ അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു പീസ് ട്രീറ്റിക്ക് മാത്രമേ പീസ് നിലനിർത്താൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ചെറിയ രാജ്യം വല്ലതും വിചാരിച്ചാൽ ഇസ്രയേലിനെ ആരും ആക്രമിക്കാതെ പീസ്ഫുൾ ആയിട്ട് ഇസ്രയേലിനെ നിലനിർത്താൻ ഒക്കുമോ? അസാധ്യമാണ്. കാര്യം നമുക്കറിയാം, അവരെ കൊല്ലാനായിട്ട്, അവരെ നശിപ്പിക്കാനായിട്ട്, ഉന്മൂലനാശം ചെയ്യാനായിട്ട് എത്രയോ രാജ്യങ്ങളാണ് നിലനിൽക്കുന്നത് അല്ലേ? എത്രയോ രാജ്യങ്ങൾ അതിനോട് നോക്കി നിൽക്കുക. അപ്പം ഇങ്ങനെയുള്ളതായിരിക്കും പീസ് ട്രീറ്റിക്ക് മാത്രമേ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു കൊയലേഷന് മാത്രമേ അങ്ങനെയുള്ളതായിരിക്കും ഒരു പീസ് ട്രീറ്റി നിലനിർത്തുവാനായിട്ട് സാധ്യമാകത്തുള്ളൂ. ഇനി നമുക്ക് 40-ാമത്തെ വാക്യം നോക്കാം. 40-ാമത്തെ വാക്യം, പിന്നെ അന്ത്യകാലത്ത് തെക്കേ ദേശത്തിലെ രാജാവ് അവനോട് എതിർത്തുമുട്ടും. അതാണ് ആരംഭം. പിന്നെ അന്ത്യകാലത്ത് മീൻസ് എൻഡ് ഓഫ് ടൈം ഓഫ് ദി എൻഡ് ഓർ എൻഡ് ഓഫ് ദി പ്രസന്റ് വേൾഡ്. ഈ നമ്മൾ പറഞ്ഞു വരുന്നതായിരിക്കുന്ന സംഭവത്തിന്റെ അവസാനം, അതാണ് അന്ത്യകാലം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിനു മുമ്പ് പറഞ്ഞു വന്നതായിരിക്കുന്നതിന്റെ അവസാനം എന്ന് വെച്ചാൽ ഏതാണ്ട് ട്രിബുലേഷന്റെ മധ്യത്തിൽ വരുന്ന സംഭവമാണ്, പീഡനകാലത്തിന്റെ മധ്യത്തിൽ. അവിടെ എന്തുണ്ടാവും? തെക്കേ ദേശത്തിലെ രാജാവ് അവനോട് എതിർത്തുമുട്ടും. തെക്കേ ദേശത്തിലെ രാജാവ് എന്ന് പറയുമ്പോൾ നമുക്ക് അവരെ മാത്രമല്ല, ദി സദേൺ കൊയലേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സദേൺ കൊയലേഷൻ എന്ന് വെച്ചാൽ ഈജിപ്റ്റ് ഉണ്ടാവും. നമ്മൾ ഇവിടെ തന്നെ കാണുന്നുണ്ട് 43-ാം വാക്യത്തിൽ, അവിടെ ലൂബ്യരും കൂശ്യരും, മലയാളത്തിൽ ലൂബ്യരും കൂശ്യരും, ഇത് ലിബിയൻസ് ആൻഡ് എത്യോപ്യൻസ്, ലിബിയ ആൻഡ് എത്യോപ്യ എന്ന് വെച്ചാൽ ഈജിപ്റ്റിനോട് ചേർന്നുള്ളതായിരിക്കുന്ന ആ സ്ഥലത്ത് ആഫ്രിക്കൻ രാഷ്ട്രങ്ങളുള്ളതായിരിക്കുന്ന ലിബിയ, അതുപോലെ തന്നെ പിന്നെ ഈജിപ്റ്റിനടുത്ത് സുഡാനുണ്ട്, പിന്നെ നമുക്കറിയാം അവിടെ എത്യോപ്യ ഉണ്ട്, മറ്റ് ഈ രാഷ്ട്രങ്ങളെല്ലാം ഉണ്ട്. ഇവരൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ അവർ ഇസ്രയേലിനെ ആക്രമിക്കും. അതാണ്. സോ പലസ്തീൻ വിൽ ബി ദി ഫോക്കൽ പോയിന്റ് ഓഫ് ദി തേർഡ് വേൾഡ് വാർ. അതിൽ ഇവര് ഈ സദേൺ പലസ്തീൻ്റെ തെക്കേ വശത്തുള്ളതായിരിക്കുന്ന രാജ്യങ്ങൾ എന്ന് വെച്ചാൽ ഈജിപ്റ്റ്, ലിബിയ, എത്യോപ്യ, മറ്റാ രാഷ്ട്രങ്ങൾ ഇവര് വന്ന് ആക്രമിക്കും. അപ്പോൾ ആക്രമിക്കുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ എന്താ വിഷയം? ഇസ്രയേലിനെ ആക്രമിച്ചാൽ ആരാക്രമിക്കും? ആരവരെ സപ്പോർട്ട് ചെയ്യണം? അന്തിക്രിസ്തുവിന്റെ ആൾക്കാരും അല്ലേ? ഈ ദശരാഷ്ട്രം എന്ന് വെച്ചാൽ പാശ്ചാത്യ ശക്തികൾ, പഴയ റോമൻ സാമ്രാജ്യത്തിലുള്ളതായിരിക്കുന്ന രാജ്യങ്ങൾ, ഈ കൊയലേഷൻ. ഒരുപക്ഷെ ഇവര് നാറ്റോയുടെ സഖ്യമാണെങ്കിൽ അമേരിക്ക, കാനഡ ഒക്കെ കൂടും. അല്ല, ഇനി അവർ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമാണെങ്കിൽ യൂറോപ്യൻ യൂണിയൻ. നമുക്കറിഞ്ഞുകൂടാ ആരൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളതെന്ന്, ഈ സഖ്യത്തിലുള്ളതെന്ന്. ഏതായാലും ഈ സഖ്യത്തിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് ഈ ഈജിപ്തിനെതിരെ വരും.
അപ്പൊ ഈജിപ്തിനെ എന്നിട്ട് നമ്മളിവിടെ 40-ാം വാക്യത്തിൽ കാണുന്നത്, അപ്പോ ഈജിപ്തിനെ രക്ഷിക്കാനായിട്ട് വടക്ക് ദേശത്തെ വടക്ക് നിന്നുള്ള രാജാവ് കടന്നു വരും. 40-ാം വാക്യത്തിൽ, പിന്നെ അന്ത്യകാലത്ത് തെക്കേ ദേശ രാജാവ് അവനോട് എതിർത്ത് മുട്ടും. വടക്കേ ദേശ രാജാവ് രഥങ്ങളോടും കുതിരച്ചേവകരോടും വളരെ കപ്പലോടുമുള്ള ചുഴലിക്കാറ്റ് പോലെ അവന്റെ നേരെ വരും. വടക്കേ ദേശ രാജാവ്, ഇവർ നമ്മൾ വടക്കേ ദേശ രാജാവ് എന്ന് വെച്ചാൽ സിറിയ മാത്രമായിരുന്നു. പക്ഷെ ഇപ്പൊ സിറിയ അല്ല. കാര്യം സിറിയ മാത്രം ഉള്ളത് BC 2-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ BC 3-ാം നൂറ്റാണ്ടിൽ അത് അവസാനിച്ചു. അന്ത്യോക്യസ് എപ്പിഫാനസിലൂടെ ആ കാര്യം അവസാനിച്ചു, ആ വിഷയം അവസാനിച്ചു. ഇപ്പോൾ ഉള്ളത് ഇനി വരുവാനുള്ളതായിരിക്കുന്ന വടക്കേ ദേശ രാജാവ് എന്ന് പറയുമ്പോൾ സിറിയ, നമുക്കറിയാം അതിനോട് ചേർന്നുള്ളതായിരിക്കുന്ന ഇറാൻ, ഇറാഖ്, അതൊക്കെ അടുത്തുള്ള രാജ്യങ്ങളാണ്. അതിനടുത്ത് സൗദി അറേബ്യ ഉണ്ട്. സൗദി അറേബ്യ ഇവരോടൊപ്പം ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഏതായിരുന്നാലും വടക്കേ ദേശത്തുള്ളതായിരിക്കുന്ന രാജാക്കന്മാർ അവരൊരുമിച്ച് ഈജിപ്തിനെ സഹായിക്കാനായിട്ട് കടന്നു വരും. അതാണ് നമ്മളിവിടെ കാണുന്നത്. 40-ാം വാക്യത്തിൽ, പിന്നെ അന്ത്യകാലത്ത് തെക്കേ ദേശ രാജാവ് അവനോട് എതിർത്തുമുട്ടും എന്ന് വെച്ചാൽ ഈജിപ്തും ഈജിപ്തിന്റെ ആൾക്കാരും. അപ്പോൾ വടക്കേ ദേശ രാജാവ് സിറിയയോട് ചേർന്നുള്ളതായിരിക്കുന്ന രാജ്യങ്ങളും അവർ രഥങ്ങളോടും കുതിരച്ചേവകരോടും വളരെ കപ്പലോടും കൂടെ ചുഴലിക്കാറ്റ് പോലെ അവന്റെ നേരെ വരും. അവന്റെ നേരെ എന്ന് വെച്ചാൽ അന്തിക്രിസ്തു നേരെ വരും. പിന്നെ അവൻ അന്തിക്രിസ്തു ദേശങ്ങളിലേക്ക് വന്ന് കവിഞ്ഞ് കടന്നു പോകും എന്നുള്ളത്. ദേശങ്ങളിലേക്ക് വന്ന് കടന്നു പോകും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അന്തിക്രിസ്തു വളരെ ശക്തിയോടുകൂടി, എന്ന് വെച്ചാൽ ഈ പാശ്ചാത്യ സൈന്യം അവർ വളരെ ശക്തിയോട് വന്നിട്ട് ഈജിപ്തിനെയും തോൽപ്പിക്കും, വടക്കൻ രാഷ്ട്രത്തെയും തോൽപ്പിക്കും. അവർ വളരെ ശക്തിയോടുകൂടി തന്നെ വന്ന് ദേശങ്ങളിലേക്ക് വന്ന് കടന്നു പോകും. തന്നെയുമല്ല 40-ാം വാക്യത്തിൽ തന്നെ 41-ാം വാക്യത്തിൽ അവൻ മനോഹര ദേശത്തിലേക്കും കടക്കും എന്നുള്ള മനോഹര ദേശം എന്ന് പറഞ്ഞാൽ അവൻ പലസ്തീനിലേക്കും കടന്ന് പലസ്തീനെയും ആക്രമിച്ച് കീഴടക്കും. ഇപ്പോൾ ഇതുവരെയായിട്ടും അവൻ പലസ്തീൻ അഥവാ ഇസ്രായേലിന്റെ സേവറായിരുന്നു എങ്കിൽ ഇപ്പോൾ അവൻ എന്ത് ചെയ്യും? അതിനെയും ആക്രമിച്ച് അഥവാ അതിനെയും അവന്റെ ചൊൽപ്പടിയിലാക്കും. അപ്പോൾ അവൻ ഈജിപ്തിനെ തോൽപ്പിക്കും, ഇസ്രായേലിനെയും അവന്റെ കയ്യിലാക്കും എന്നുള്ളതാണ്. അവൻ ഇസ്രായേലിനെയും അവന്റെ 41-ാം വാക്യം, അവൻ മനോഹര ദേശത്തിലേക്ക് കടക്കും. 10,000 പേർ ഇടറി വീഴും. എന്ന് വെച്ചാൽ ഒരുപാട് പേര് ആ യുദ്ധത്തിൽ ഇസ്രായേലിലെ യഹൂദന്മാര് മരിച്ചു പോകാനായിട്ട് ഇടയാകും. യഹൂദന്മാരല്ലാത്തവരും ആയിരം മരിക്കും. തീർച്ചയായിട്ടും യഹൂദന്മാരും 10,000 പേർ മരിക്കും. എങ്കിലും ഏദോമും മോവാബും അമൂല്യ ശ്രേഷ്ഠന്മാരും അവന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോകും. അത് വളരെ പ്രധാന കേട്ടോ. ഏദോമും മോവാബും അമൂല്യ ശ്രേഷ്ഠന്മാരും എന്ന് പറയുന്ന വാസ്തവത്തിൽ യോർദാന്റെ ഈ പെട്ര എന്ന് പറയുന്ന പെട്രയിൽ പോയിട്ടുള്ള ഇസ്രായേൽ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. പെട്ര എന്ന് പറയുന്നത് ഒരു കല്ലൊക്കെ നിറഞ്ഞതായിരിക്കും സ്ഥലമാണ്. ഈ മഹാപീഡന കാലഘട്ടത്തിൽ അവർക്ക് അവിടെ നിൽക്കാൻ സാധിക്കാതെ വരുമ്പോൾ അവർ ഓടിപ്പോയി ഒളിക്കാനുള്ള സ്ഥലമാണ് ഈ പെട്ര എന്ന് പറയുന്ന സ്ഥലം. കല്ലുകൾ നിറഞ്ഞതായിരിക്കുന്ന, മലകൾ നിറഞ്ഞതായിരിക്കുന്ന ഒരു ഭൂപ്രദേശമാണ് പെട്ര, യോർദാന്റെ. നമ്മളിവിടെ വായിക്കുന്നത് എന്താ? അത് മാത്രം ഒഴിഞ്ഞു പോകും. ബാക്കി എല്ലായിടും ദൈവം ഈ ജനത്തെ സൂക്ഷിക്കാനായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് പെട്ര എന്ന് പറയുന്ന സ്ഥലം. അവിടെ പ്രത്യേകിച്ചൊന്നും സാധിക്കാനില്ല. അതുകൊണ്ട് ആ സ്ഥലത്തേക്ക് പോകത്തില്ല. തന്നെയല്ല അവിടെ വാസ്തവത്തിൽ യുദ്ധം വളരെ പ്രയാസമാണ്. കാര്യം കാലാൾ യുദ്ധമൊന്നും അവിടെ നടക്കത്തില്ല. വലിയ മല ഇടുക്കുകൾ പോയിട്ടുള്ളവർക്ക് മലയിടുക്കുകളും വളരെ പ്രയാസമുള്ള സ്ഥലമാണ്. അപ്പം അവിടെ ആ സ്ഥലം അതാണ് നമ്മൾ വായിക്കുന്നത്, വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഏദോമും മോവാബും അമൂല്യ ശ്രേഷ്ഠന്മാരും അതൊക്കെ യോർദാന്റെ ഭാഗങ്ങളാണ്. അവരൊക്കെ ആ ഭാഗങ്ങൾ മാത്രം വിട്ടുപോകും, വഴുതിപ്പോകും എന്നുള്ളതാണ്. വഴുതിപ്പോകും. മനസ്സിലായല്ലോ? 40-41 നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ആദ്യം തെക്കേ ദേശത്തിലെ രാജാവ് എന്ന് വെച്ചാൽ ഈജിപ്തിന്റെ ആൾക്കാരും ഇസ്രായേലിനോട് യുദ്ധത്തിന് പുറപ്പെടും. അങ്ങനെ ഇസ്രായേൽ യുദ്ധത്തിനോട് പുറപ്പെടുമ്പോൾ ഇസ്രായേലിന്റെ സമാധാന ഉടമ്പടി ഉള്ളതുകൊണ്ട് ഈ അന്തിക്രിസ്തുവിന്റെ കൂടെ ഉള്ളതായിരിക്കുന്ന പാശ്ചാത്യ സൈന്യവും ഇസ്രായേലിനെ സഹായിക്കാനായിട്ട് വരും. അല്ലെങ്കിൽ ആ കൊയലേഷനുള്ള സൈന്യങ്ങൾ സഹായിക്കാനായിട്ട് വരും. അപ്പോ ഈജിപ്തിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സിറിയയും അതുപോലുള്ളതായിരിക്കുന്ന രാഷ്ട്രങ്ങൾ വരും. നമുക്കറിയാം ഈ രാഷ്ട്രങ്ങളൊക്കെ പ്രധാനമായിട്ടും അവിടുത്തെ റിലിജിയന് നമുക്കറിയാമല്ലേ? നമുക്കറിയാം. അപ്പോൾ അവർ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇറാൻ ഈ രാഷ്ട്രങ്ങളിലെ റിലിജിയൻ നമുക്കറിയാം. ഇവർ ഒറ്റക്കെട്ടായിട്ട് നിന്ന് അന്തിക്രിസ്തുവിനോട് പോരാടും. പക്ഷേ ആ അന്തിക്രിസ്തുവിനോട് പോരാടുമ്പം എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ അവർ തോറ്റുപോകും എന്ന് മാത്രമല്ല, ഇവൻ ദേശങ്ങളെ കൈവശമാക്കും. ആ കൂട്ടത്തിൽ അവൻ എന്ത് ചെയ്യും? പലസ്തീനെയും അവന്റെ കയ്യിലാക്കും എന്നുള്ളതാണ്.
അതാണ്. പക്ഷേ അതിലെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഏദോമും മോവാബും അമൂല്യ ശ്രേഷ്ഠന്മാരും അവൻ്റെ കയ്യിൽ വഴുതിപ്പോയി. ദൈവത്തിൻ്റെ വലിയ പ്രൊവിഡൻസ്, ദൈവത്തിൻ്റെ വലിയ പരിപാലനം കാണാൻ കഴിയും. ആ സമയത്ത് ഓടിപ്പോകുന്നതായിരിക്കുന്ന, രക്ഷപ്പെട്ടു പോകുന്നതായിരിക്കുന്ന യഹൂദനെ പാർപ്പിക്കാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന സ്ഥലമാണ് പെട്ര എന്ന് പറയുന്നത്. വലിയ കല്ലുകൾ നിറഞ്ഞതായിരിക്കുന്ന ആ സ്ഥലം ഈ യുദ്ധത്തിൽ അത് ടച്ച് ചെയ്യത്തില്ല എന്നുള്ള വളരെ അതിശയല്ലേ. ഇന്നത്തെ കാലത്ത് വാസ്തവത്തിൽ ഇന്നത്തെ യുദ്ധം നമുക്കറിയാം, കൂടുതൽ യുദ്ധം ഈ ആകാശത്തുള്ള യുദ്ധമാണ്. അപ്പോൾ ആകാശത്തിലെ യുദ്ധത്തിൽ ഇപ്പോൾ പെട്രയിലൊക്കെ പോകാൻ ഒരു പ്രയാസമില്ല. ഇവിടെ വേണമെങ്കിലും ബോംബിടാം. അവർക്ക് വേണമെങ്കിൽ എന്താ പറയുക, എവറസ്റ്റിന് മുകളിൽ വേണമെങ്കിലും ബോംബിടാനായിട്ട് ഇന്നൊരു പ്രയാസമില്ല. ആ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ നമുക്കറിയാം അത് അവൻ്റെ കയ്യിൽ നിന്ന് പോകും എന്നുള്ളതാണ്. ഇനി 42-ാമത്തെ വാക്യം അവിടെ നമ്മൾ വായിക്കുന്നത്, അവൻ ദേശങ്ങളുടെ നേരെ കൈനീട്ടും മിസ്രൈം ദേശവും ഒഴിഞ്ഞു പോകുകയില്ല. ദേശങ്ങളുടെ നേരെ കൈനീട്ടും മിസ്രൈം ദേശവും ഒഴിഞ്ഞു പോകുകയില്ല എന്ന് വെച്ചാൽ അവൻ ഈജിപ്തിനെയും സബ്ഡ്യൂ ചെയ്യും എന്നുള്ളതാണ്. 42-ാം വാക്യം, അവൻ ദേശങ്ങളുടെ നേരെ കൈനീട്ടും മിസ്രൈം ദേശം ഒഴിഞ്ഞു പോകുകയില്ല. പിന്നെ 43-ാമത്തെ വാക്യത്തിൽ അവൻ പൊന്നും വെള്ളിയുമായ നിക്ഷേപങ്ങളെയും മിസ്രൈമിലെ മനോഹര വസ്തുക്കളെയും കൈവശമാക്കും എന്നാണ് പറയുക. എന്ന് വെച്ചാൽ ഹി വിൽ പ്ലണ്ടർ ഈജിപ്റ്റ് ഓർ ദ നേഷൻസ് അലൈഡ് വിത്ത് ഹിം. എന്ന് വെച്ചാൽ ഈ രാഷ്ട്രങ്ങളെ അവൻ ശരിയായ രീതിയിൽ അവൻ്റെ കൈപ്പിടിയിൽ ആക്കും എന്നുള്ളതാണ്. നമ്മൾ സാധാരണ കാണുന്ന പോലെ കേവലം ചെയ്യുന്നുള്ളതല്ല, ആ രാഷ്ട്രങ്ങളുടെ സ്വത്ത് പോലും അവൻ്റെ കയ്യിലാക്കും. പക്ഷേ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ കാണുന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ലൂബ്യരും കൂശ്യരും അവൻ്റെ അനുചാരികളാകും. ഈ സമയത്ത് ഒരുപക്ഷെ ലിബിയയും എത്യോപ്യയും ആ രാജ്യങ്ങളൊക്കെ ദേ മേ ഷിഫ്റ്റ് ദെയർ അലിജൻസ് ടു റോമൻ റൂളർ. ഈ റോമൻ റൂളറിൻ്റെ കൂടെ അഥവാ അന്തിക്രിസ്തുവിൻ്റെ കൂടെ ഇതിൽ ചില രാജ്യങ്ങൾ കൂടെ പങ്കുചേരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് 43-ാം വാക്യത്തിൽ കാണുന്നത്. ലൂബ്യരും കൂശ്യരും നമ്മൾ ഓർത്തു ഈജിപ്തിനോട് നിൽക്കേണ്ടവരാണ്, കാര്യം അവരുടെ അടുത്തുള്ളതായിരിക്കും രാഷ്ട്രങ്ങളാണ്. പക്ഷേ അവർ തോൽപ്പിച്ചു വന്നപ്പോൾ അവരും ഒരു പരിധിവരെ അവരുടെ ഷിഫ്റ്റ് ചെയ്ത് കാണും അവരുടെ അലേജിയൻസ്, അവൻ്റെ അനുചാരികളാകും. ലൂബ്യരും കൂശ്യരും അവനോട് ചേർന്ന് വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ 40-ാം വാക്യം മുതൽ 43-ാം വാക്യം വരെ നമ്മൾ കണ്ടതായിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഈ അന്ത്യകാലത്തെ 3-ാം ലോകമായ മഹായുദ്ധം ആരംഭിക്കുന്നത്, അഥവാ ഹർമഗദോൻ യുദ്ധം ആരംഭിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഭാഗത്തു നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മളെങ്ങനെ കണ്ടേ, ഈജിപ്റ്റും സദേൺ കിങ്ഡം, തെക്കേ ദേശത്തിലെ രാജാവ് ഈജിപ്റ്റും അതിനോട് ചേർന്നുള്ളതായിരിക്കുന്ന രാഷ്ട്രങ്ങളും അവരൊരുമിച്ച് ഇസ്രയേലിൽ യുദ്ധം ചെയ്യും. ഇസ്രയേലിനെ സഹായിക്കാനായിട്ട് അന്തിക്രിസ്തുവും പാശ്ചാത്യ സൈന്യവും റോമൻ അവൻ്റെ അലയൻസുള്ള സൈന്യങ്ങളും അവർ ഒരുമിച്ച് വരും. ആ യുദ്ധത്തിൽ ഈജിപ്തിനെ സഹായിക്കാനായിട്ട് നോർത്തേൺ കിങ്ഡം, നോർത്തേൺ കോൺഫെഡറസി, സിറിയൻ, ഇറാൻ, ഇറാഖ് തുടങ്ങിയ രാഷ്ട്രങ്ങളെല്ലാം ഒരുപക്ഷെ ഈജിപ്തിനെ സഹായിക്കാനായിട്ട് വരും. ആ യുദ്ധത്തിൽ അന്തിക്രിസ്തു ആത്യന്തികമായിട്ട് അവൻ ജയിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിച്ചത്. പക്ഷെ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജോർഡൻ്റെ ചില ഭാഗങ്ങൾ അവൻ കൈവശമാക്കുകയില്ല എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതാണ് ഇനി നമ്മൾ കാണുന്നത് 44-ാമത്തെ വാക്യം, എന്നാൽ കിഴക്ക് നിന്നും വടക്ക് നിന്നുള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും. അങ്ങനെ അവൻ പലരെയും നശിപ്പിച്ച് നിർമൂലനാശം വരുത്തേണ്ടതിന് മഹാക്രോധത്തോടെ പുറപ്പെടും. അപ്പോൾ അവനങ്ങനെ ശക്തിയോടുകൂടി വളരെ വിജയശ്രീലാളിതനായി അവൻ നിൽക്കുമ്പോൾ അവന് എന്താ ഉണ്ടാകുന്നത്, കിഴക്ക് നിന്നുള്ളതായിരിക്കുന്ന വർത്തമാനം അവൻ്റെ ചെവിയിൽ കേൾക്കും. എന്താ വർത്തമാനം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, വെളിപ്പാട് 9-ാം അധ്യായത്തിൽ ആ ഭാഗം നമുക്കൊന്ന് എടുക്കാം. വെളിപ്പാട് 9-ാം അധ്യായത്തിൽ അവിടെ വെളിപ്പാട് 9-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ അവിടെ 13-ാം വാക്യത്തിൽ 6-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ അവിടെ നമ്മൾ യൂഫ്രട്ടീസ് എന്ന മഹാനദീ തീരത്ത് ബന്ധിച്ച 4 ദൂതന്മാരെ അഴിച്ചുവിടുക എന്ന് പറയുന്നത് കേട്ടു. 16-ാം വാക്യത്തിൽ കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് ഞാൻ കേട്ടു എന്നുള്ളതാണ്. 20 കോടിയാണ് 10,000 മടങ്ങ് 20,000 എന്ന് പറയുന്നത്. 10,000 മടങ്ങ് 20,000 എന്ന് വെച്ചാൽ 20 കോടി ആണ് ഈ യൂഫ്രട്ടീസ് നദി. നമുക്ക് വെളിപ്പാട് 16-ാം അധ്യായത്തിൻ്റെ
12-ാം വാക്യം കൂടെ നമുക്ക് നോക്കാം. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ 12-ാം വാക്യം. ആറാമത്തവൻ തൻ്റെ കലശം യൂഫ്രത്താസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുങ്ങേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി എന്ന് നമ്മളവിടെ 12-ാം വാക്യത്തിൽ കാണുകയാണ്. അവിടെ 13-ാം വാക്യത്തിൽ മൃഗത്തിൻ്റെ കള്ളപ്രവാചകൻ്റെ വായിൽ നിന്ന്, മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യം കണ്ടു. നമ്മൾ ആ വാക്യത്തിലാണ് 16-ാം വാക്യത്തിൽ ഹർമഗദോൻ യുദ്ധം അതിൻ്റെ എന്ന് വെച്ചാൽ തേർഡ് വേൾഡ് വാറിൻ്റെ അതിൻ്റെ അവസാനത്തിലേക്ക് വരുന്നത്. അപ്പോൾ എന്താ ഉണ്ടാകുക എന്ന് ചോദിച്ചാൽ, ഈ യുദ്ധം നടക്കുമ്പോൾ എന്ന് വെച്ചാൽ സദേൺ കിങ്ഡം അഥവാ ഈജിപ്തിൻ്റെ ആൾക്കാരും, നോർത്തേൺ കിങ്ഡം എന്ന് വെച്ചാൽ സിറിയയോട് ചേർന്നുള്ളതായ രാഷ്ട്രങ്ങൾ, സിറിയയോട് ചേർന്നാണ് നമുക്കറിയാം ഇറാൻ തുടങ്ങിയ രാഷ്ട്രങ്ങളൊക്കെ ആ സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ സിറിയയോട് ചേർന്നുള്ള രാഷ്ട്രങ്ങളും ഇവരെല്ലാം കൂടെ യുദ്ധത്തിൽ അന്തിക്രിസ്തു വിജയിച്ച് നിൽക്കുമ്പോൾ എന്തോ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ, ഈസ്റ്റിൽ നിന്ന് യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം വറ്റിപ്പോകുമ്പോൾ എന്തുണ്ടാവും? ഈസ്റ്റിൽ നിന്ന്, അഥവാ ഈസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യ, ചൈന, ജപ്പാൻ തുടങ്ങിയ രാഷ്ട്രങ്ങളാണ് ഈ യൂഫ്രട്ടീസ് നദിയുടെ ഈസ്റ്റിലുള്ളത്. അപ്പൊ ഈ രാഷ്ട്രങ്ങളിൽ നിന്നൊരു വലിയ സൈന്യം വരുന്നതായിട്ട് അവൻ മനസ്സിലാകുമ്പോൾ നമ്മൾ വായിക്കുന്നത് എന്താ? 44-ാം വാക്യത്തിൽ അവൻ പരവശനാകും, അവൻ ഭയപ്പെട്ടു പോകും. കാര്യം വലിയൊരു സൈന്യം. നമുക്ക് അന്നത്തെ കാലത്ത് ലോക ജനസംഖ്യ തന്നെ 20 കോടി ഇല്ലാത്ത കാലഘട്ടത്തിലാണ് ഇത് രേഖപ്പെടുത്തിയത്, അല്ലേ? 20 കോടി ജനസംഖ്യ അന്നില്ല. അന്ന് എഴുതിയിരിക്കുക ഒരുപക്ഷെ 20 കോടി തന്നെ. ഇവിടെ നമ്മൾ വായിച്ചാൽ 44-ാം വാക്യത്തിൽ അല്ല, വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ അവിടെ 9-ാം അധ്യായത്തിൻ്റെ അവിടെ നമ്മൾ 16-ാം വാക്യത്തിലാണ് കണ്ടത്. കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് കണ്ടു. അവിടെ കുതിരകളെയും കുതിരപ്പുറത്തിരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടത് തീ നിറവും രക്തനീലവും ഗന്ധകവർണ്ണവുമായ കവചമുണ്ടായിരുന്നു. കുതിരയുടെ തല സിംഹങ്ങളുടെ തല പോലെ ആയിരുന്നു. വായിൽ നിന്ന് തീയും പുകയും ഗന്ധവും പുറപ്പെട്ടു. നമ്മൾ കഴിഞ്ഞ ദിവസം ഓർത്തതുപോലെ അന്നത്തെ കാലത്ത് ഇന്നത്തെ മോഡേൺ ടെക്നോളജി നമുക്കറിയാം, ഇന്നെന്തായാലും കുതിര പോകാൻ സാധ്യതയില്ലല്ലോ. അപ്പോൾ ഇവിടെ തന്നെ കുതിരയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? കുതിരയായിട്ടാണോ രേഖപ്പെടുത്തിയിരിക്കുന്നത്? കുതിരകളുടെ കൂട്ട്. പക്ഷേ അതിൻ്റെ മുഖം തന്നെ കണ്ടത് എങ്ങനെയാണ്? കുതിര നമ്മൾ 9-ാം അധ്യായത്തിൻ്റെ നമ്മൾ കണ്ട എന്താ? തല സിംഹങ്ങളുടെ തല പോലെ ആയിരുന്നു. കുതിരയുടെ ശക്തി വായിലും വാലിലുമായിരുന്നു. വാലോ സർപ്പത്തെ പോലെ തലയുള്ളതുമായിരുന്നു എന്നൊക്കെയാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഈ വെളിപ്പാട് 9-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് സംശയമില്ലാതെ പറയാം മോഡേൺ വാർഫെയർ ആണ് എന്ന് പറയാനായിട്ട് യാതൊരു സംശയമില്ല, അല്ലേ? അങ്ങനെ ഒരു ജീവിയെ നമുക്കറിയത്തില്ല. 20,000 ഇന്നിപ്പം നമ്മൾ വാസ്തവത്തിൽ കുറച്ചാൾക്ക് മുമ്പ് ഞാൻ വായിക്കാനിടയായി ഇന്നത്തെ മോഡേൺ ടെക്നോളജി, ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. മോഡേൺ ടെക്നോളജി, വാർഫെയർ ടെക്നോളജി എന്ന് പറയുന്നത് പഴയ പോലെയല്ല. ഇപ്പോൾ നമുക്കറിയാം, ഒരു മിസൈല് ഒന്ന് വിടണമെങ്കിൽ കോടിക്കണക്കിന് രൂപ അതിനകത്ത് നഷ്ടമാവും, അല്ലേ? ഒരുപാട് കാശ് നഷ്ടമാക്കിയെങ്കിലേ ഈ ബോംബിങ്ങും മിസൈലൊക്കെ നടക്കത്തുള്ളൂ. ഇന്ന് വാസ്തവത്തിൽ ചെയ്യുന്നത് അങ്ങനെയല്ല. പാറ്റയെക്കാട്ടി ചെറിയ ജീവികളല്ല, ചെറിയ സാധനങ്ങൾ അതിന് ഉണ്ടാക്കാനായിട്ട് $1 പോലും വേണ്ടെന്ന് പറയുന്നത്. അത്ര ചെറിയ പൈസക്ക് ഇത് ഉണ്ടാക്കാൻ നോക്കും. മില്യൺസ് ഉണ്ടാക്കും, മില്യൺസ്. അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഉണ്ടാവും. അത് വന്നൊരു സ്ഥലത്തേക്ക് ഇട്ടാൽ കൃത്യമായിട്ട് മനുഷ്യരെയാണ് പ്രോഗ്രാം ചെയ്തേക്കുന്നത്, മനുഷ്യനെ മാത്രം കൊല്ലും. അതുപോയി ഒരു പട്ടാളത്തിന്റെ ഇടയ്ക്ക് കൊണ്ടിട്ടാൽ 1ഉം 2ഉം അല്ല, മില്യൺസ്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന്. അപ്പം നമുക്കറിയത്തില്ല ഇതെങ്ങനെയാ 20 കോടി ഈ വാർഫെയർ ഉണ്ടാവുന്നത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അത് പോസിബിൾ ആണ് എന്ന് ഞാൻ പറയുക, ഇമ്പോസിബിൾ അല്ല എന്ന്. ഇന്ന് മോഡേൺ വാർഫെയർ ടെക്നോളജിയിൽ ദാറ്റ് ഈസ് നോട്ട് ആൻ ഇമ്പോസിബിലിറ്റി. മിസൈലൊന്നും വേണമെന്ന് ഇല്ല എന്ന് സാരം. ചെറിയ ഒരുപാട് അങ്ങനെയുള്ളതായിരിക്കുന്ന മോഡേൺ ടെക്നോളജി ഇന്ന് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഇനി ഭാവിയിൽ വാസ്തവത്തിൽ യുദ്ധത്തിനായിട്ട് അവർ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. കാര്യം ഇന്ന് യുദ്ധം എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവാണ്. ഒരു ചെറിയ യുദ്ധമാണെങ്കിൽ പോലും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വരും.
പക്ഷേ ഈ ടെക്നോളജി ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം 10-15 ദിവസം അത് നിന്നാൽ മതി. അതിനിടയ്ക്ക് വലിയ നഷ്ടങ്ങൾ അത് വരുത്താനായിട്ട്, അതിനെ പ്രോഗ്രാം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 44-ാം വാക്യത്തിൽ, എന്നാൽ കിഴക്ക് നിന്നും വടക്കു നിന്നും ഉള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും, അങ്ങനെ അവൻ പലരെയും നശിപ്പിച്ച് നിർമ്മൂലനാശം വരുത്തേണ്ടതിന് മഹാക്രോധത്തോടെ പുറപ്പെടും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഈ ഭാഗത്ത് കൊണ്ട് ഈ മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ അഥവാ അന്ത്യ ലോകമഹായുദ്ധത്തിൻ്റെ അതിൻ്റെ അവസാനം കാണുകയാണ്. പക്ഷേ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താൻ തൻ്റെ മഹത്വപ്രത്യക്ഷ ഉണ്ടാകും. കർത്താവ് താൻ ഈ ജനത്തെ നശിപ്പിക്കുവാനായിട്ട് ഇടയാകും എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇംഗ്ലീഷ് 45, മലയാളത്തിൽ 44-ന്റെ അവസാനം, അവൻ സമുദ്രത്തിനും മഹത്വമുള്ള വിശുദ്ധ പർവ്വതത്തിനും മധ്യേ മണിപ്പന്തൽ ഇടും. അവിടെ സമുദ്രത്തിനും മഹത്വമുള്ള വിശുദ്ധ പർവ്വതത്തിനും മധ്യേ എന്ന് മലയാളത്തിൽ. ഇംഗ്ലീഷിൽ ആൻഡ് ഹീ ഷാൽ പ്ലാൻ ദ ടബർനക്കിൾസ് ഓഫ് ഹിസ് പാലസ് ബിറ്റ്വീൻ ദ സീസ് ഇൻ ദ ഗ്ലോറിയസ് ഹോളി മൗണ്ടൻ എന്നാണ് ഇംഗ്ലീഷിൽ. ദാറ്റ് മീൻസ് ഹി വിൽ ഹാവ് ഹിസ് പാലസ് between the seas, that is between the Dead Sea and the Mediterranean Sea, and probably maybe in Jerusalem. അതാണ്. ആൻഡ് വിശുദ്ധ പർവ്വതം എന്ന് പറഞ്ഞാൽ യെരുശലേം ആണെന്ന് നമുക്കറിയാം. യെരുശലേമിൽ അവൻ്റെ പാലസ് അവൻ സ്ഥാപിക്കും, അവൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് യെരുശലേമിലേക്ക് അവൻ മാറ്റും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ വായിക്കുന്നത് അവിടെ അവൻ അന്തരിക്കും, ആരും അവനെ രക്ഷിക്കുകയില്ല. നമുക്ക് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ അവിടെ നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തു താൻ കടന്നു വന്നിട്ട് ഈ അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും നമ്മൾ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 20-ാം വാക്യത്തിൽ ജീവനോടെ നമ്മൾ കാണുന്നില്ലേ, 19-20, മൃഗത്തെയും അതിനു മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെ പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധം കത്തുന്ന തീപ്പൊയ്കൽ ജീവനോടെ തള്ളിക്കളഞ്ഞു എന്നാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന് 20-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ അവൻ മരിക്കുവാനായിട്ട് അഥവാ അവൻ നശിക്കപ്പെടുവാനായിട്ട് ഇടയാകും എന്നുള്ളതാണ്. നമ്മൾ ഇവിടെ ഇന്ന് അവസാനിപ്പിക്കുക. വാസ്തവത്തിൽ 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യം കൂടെ ഇതിനോട് ചേർന്ന് നമ്മൾ പഠിക്കേണ്ടതായിരുന്നു. പക്ഷേ അടുത്ത ആഴ്ച നമുക്ക് ദൈവം അനുവദിച്ചാൽ 12-ാം അധ്യായം നമുക്ക് തീർക്കാം. ദാനിയേൽ പ്രവചനത്തിൻ്റെ പഠനം നമുക്ക് അടുത്ത ആഴ്ച തീർക്കാം എന്ന് വിചാരിക്കുകയാണ്. ദൈവം നമ്മെ സഹായിക്കുന്നവരാകട്ടെ.